ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ചോക്ക് ബുഡ് സ്റ്റോറീസ്. അപ്പം നമ്മുടെ പുതിയ SCRTയുടെ ഒരു ചാപ്റ്റർ ആണ് ഇന്നത്തെ ക്ലാസ്. അത് നമുക്ക് എന്താ സാധാരണ പോലെ ഞാൻ ചാപ്റ്ററിലേക്ക് പോകുന്നില്ല. ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, ഒരു ക്വസ്റ്റ്യൻ പരിചയപ്പെടാം. ഈ ക്വസ്റ്റ്യൻ നമ്മുടെ 10th പ്രിലിംസിന്റെ 4ാം ഘട്ടം എഴുതിയവർക്ക് ഈസിലി ആയിട്ട് നമുക്ക് പെട്ടെന്ന് മനസ്സിലായി കാണും. അതേപോലെ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുന്നവർക്കും ഈ ക്വസ്റ്റ്യൻ ഏതാണെന്ന് മനസ്സിലായി കാണാം. അതായത് നമ്മുടെ 10th പ്രിലിംസിന്റെ 4ാം ഘട്ടത്തിലെ എക്കണോമിക് സെക്ഷനിൽ വന്നിരുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികളുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന ഉചിതമായ ആശയങ്ങൾ തിരിച്ചറിയുക. ശരി ഏതെന്നാ ചോദിച്ചിരിക്കുന്നത്. ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികൾക്ക് ആവശ്യാനുസരണം കമ്പനികളുമായി ഔപചാരിക കരാറുകളിൽ ഏർപ്പെടാൻ സാധിക്കുന്നില്ല. താൽക്കാലികവും സമയബന്ധിതവുമായി പൂർത്തിയാക്കേണ്ട തൊഴിലുകളാണിവ. ഒരേ സമയം ഒന്നിലധികം സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുവാൻ സാധിക്കുന്നു. ഇതായിരുന്നു ആ ക്വസ്റ്റ്യൻ. ആ ക്വസ്റ്റ്യൻ കണ്ടപ്പോഴേക്കും നമുക്ക് ഒരു ലോജിക്ക് വെച്ച് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. പക്ഷേ ഈ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് നമ്മുടെ SCRTയിലെ ഒരു ചാപ്റ്ററിൽ തന്നിരിക്കുന്നത്, നമ്മുടെ പുതിയ SCRTയിലെ ചാപ്റ്ററിലായിരുന്നു. അത് ക്ലാസ് എടുക്കാൻ വേണ്ടി ഞാൻ ആ ടെക്സ്റ്റ് ബുക്ക് വായിച്ചപ്പോഴാണ് ഞാനും ആ ഒരു ടോപ്പിക്ക് കാണുന്നത്. അപ്പൊ എന്ത് ചെയ്യാം, നമുക്ക് ആ ക്ലാസ്സിലോട്ട് പോകാം, ആ ചാപ്റ്ററിലോട്ട് പോകാം. ഓക്കെ, അപ്പൊ നമ്മുടെ ചാപ്റ്റർ ഇതാണ്. 9ാം ക്ലാസ്സിലെ ജോഗ്രഫിയുടെ 5ാമത്തെ ചാപ്റ്റർ ആണ് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ, വിവിധ സമ്പദ്ഘടന വിവിധ മേഖലകളിലൂടെ എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ചാപ്റ്റർ. അപ്പൊ നമുക്ക് എന്താണ്, നമ്മുടെ എക്കണോമിക്സ് എന്ന് പറയുന്ന ഒരു സെക്ഷന്റെ ഒരു തുടക്കമാണ് ഈ ചാപ്റ്റർ എന്ന് പറയുന്നത്. ഏകദേശം ഒരു ബേസിക് ഐഡിയ ഒക്കെ എന്തൊക്കെയാണെന്ന് നമുക്ക് ഈ ഒരു ചാപ്റ്ററിലൂടെ നമുക്ക് മനസ്സിലാകും. അതേപോലെ നമ്മൾ ഫസ്റ്റ് പറഞ്ഞ ക്വസ്റ്റ്യന്റെ ആൻസർ നമുക്ക് എന്താണ്, ഈ ചാപ്റ്ററിലൂടെ നമുക്കത് പഠിച്ചെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ എന്താണ് ഇന്ത്യൻ സമ്പദ്ഘടനയാണ് നമ്മൾ ഏറ്റവും ബേസിക് ആയിട്ട് പഠിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണ് പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖല, അല്ലെ? അതേപോലെ തന്നെ എന്താണ് നമ്മുടെ ദേശീയ വരുമാനത്തെ പറ്റിയൊക്കെ എല്ലാത്തിന്റെയും ഒരു ഇൻട്രൊഡക്ഷൻ ആണ് നമുക്ക് ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. നോക്കിക്കേ, ഇവിടെ തന്നിരിക്കുന്ന ഇവിടെ മുതലാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതായത് നമ്മുടെ ഈ 3 മേഖലകളിലുമായി നടക്കുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങളെ പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകളിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ എന്തോ ആയിക്കോട്ടെ, മുകളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് വിടാം. നമുക്ക് പഠിക്കേണ്ടത് ഇവിടെ മുതലാണ്. അതായത് നമ്മുടെ ഇന്ത്യയിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളെയും നമ്മൾ 3 ആക്കി തിരിക്കുന്നുണ്ട്. അതിലൊന്നാണ് പ്രാഥമിക മേഖല, അതായത് കൃഷിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം അതിലാണ് വരുന്നത്. രണ്ടാമത്തെ എന്താണ്, ദ്വിതീയ മേഖല, എന്താണ് വ്യവസായവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. മൂന്നാമത്താണ് എന്ത്, തൃതീയ മേഖല. തൃതീയ മേഖല അഥവാ സേവന മേഖല എന്ന് പറയും. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് പ്രാഥമിക മേഖല എന്നുള്ളത്. ഓക്കെ, പ്രൈമറി സെക്ടർ, പ്രകൃതി വിഭവങ്ങളെ നേരിട്ട് ഉപയോഗപ്പെടുത്തി നടത്തുന്ന പ്രവർത്തനങ്ങൾ പ്രാഥമിക മേഖലയുടെ മുഖ്യ സവിശേഷതയാണ്. പ്രകൃതി വിഭവങ്ങളെ ആശ്രയിച്ചുള്ള എന്തൊക്കെയാണ്, കൃഷി, കന്നുകാലി വളർത്തൽ, മത്സ്യബന്ധനം തുടങ്ങിയവയെല്ലാം പ്രാഥമിക മേഖലയിലെ പ്രവർത്തനങ്ങൾക്ക് ചില ഉദാഹരണങ്ങളാണ്. കൃഷിക്കും അനുബന്ധ പ്രവർത്തനങ്ങൾക്കും കൂടുതൽ പ്രാധാന്യം നൽകുന്നതിനാൽ പ്രാഥമിക മേഖലയെ കാർഷിക മേഖല എന്നും അറിയപ്പെടുന്നു. അപ്പൊ പ്രാഥമിക മേഖല അഥവാ പ്രൈമറി സെക്ടർ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് എന്ത്, കാർഷിക മേഖല അഥവാ അഗ്രികൾച്ചർ സെക്ടർ എന്നുള്ളത്. ഓക്കെ, ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതി വിവര കണക്കുകൾ തയ്യാറാക്കുന്ന നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് സമ്പദ്ഘടനയിലെ ഓരോ മേഖലയിലും ഉൾപ്പെടുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങളെ എന്താണ് ലിസ്റ്റ് തന്നിട്ടുണ്ട്. നമുക്ക് തന്നെ വർഗീകരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് വഴിയേ ചെയ്യാം. അപ്പൊ ആദ്യമേ എന്താണ് നമുക്ക് നോക്കാം, നാഷണൽ സ്റ്റാറ്റിസ്റ്റിക് ഓഫീസ് എന്താണെന്ന് നോക്കാം. മുമ്പ് നിലനിന്നിരുന്ന സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസും നാഷണൽ സാമ്പിൾ സർവേ ഓഫീസും ചേർന്നാണ് 2019 രൂപീകൃതമായതാണ് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്. അതായത് NSO എന്ന് പറയുന്നത് 2019 രൂപീകൃതമായതാണ് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് എന്നുള്ളത്. ഇന്ത്യയിലെ ദേശീയ വരുമാനം ഉൾപ്പെടെയുള്ള സാമ്പത്തിക സ്ഥിതി വിവര കണക്കുകൾ സ്വീകരിക്കുകയും വിശകലനം ചെയ്യുകയും പ്രസിദ്ധീകരിക്കുകയും ചെയ്യുന്ന കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനമാണ് എന്ത്, NSO അഥവാ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക് ഓഫീസ്. ഈ ഒരു ഫുൾ ഫോം പഠിച്ചു വെക്കുക, ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ എന്താണ് ഓർഗനൈസേഷൻ എന്നൊക്കെ പറഞ്ഞു തരും. അപ്പൊ എന്താണത്, ഓഫീസാണ്. 2019 ഇത് രൂപീകൃതമായത്. സാമ്പത്തിക ഇനങ്ങൾ രൂപീകരിക്കുന്നതിനും സർക്കാർ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിനും സാമ്പത്തിക വളർച്ച നിരീക്ഷിക്കുന്നതിനും NSO നൽകുന്ന വിവരങ്ങൾ അടിസ്ഥാനമാക്കിയാണ്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് പ്രാഥമിക മേഖലയിൽ വരുന്നതെന്നാണ്. കുറെ സാമ്പത്തിക പ്രവർത്തനങ്ങൾ തന്നിട്ടുണ്ട്. അവർ ചോദിച്ചിരിക്കുന്നത് പ്രാഥമിക മേഖലയിൽ വരുന്ന എന്തൊക്കെയാണെന്നാണ്. അപ്പൊ നമുക്കറിയാം എന്തൊക്കെയാണ്, നോക്കിക്കേ. ഖനനം, കൃഷി, അതേപോലെ മത്സ്യബന്ധനം, പാറ പൊട്ടിക്കൽ, പ്രകൃതിയുമായിട്ട് എന്തുമായിക്കോട്ടെ ഡയറക്റ്റ് പ്രകൃതിയുമായി കോണ്ടാക്ട് വരുന്ന എല്ലാം എന്താണ്, ഈ പറയുന്ന പ്രാഥമിക മേഖല എന്ന് പറയുന്നു. ഓക്കെ, നെക്സ്റ്റ് ആണ് പറയുന്നത് ദ്വിതീയ മേഖല അഥവാ സെക്കൻഡറി സെക്ടർ. ഓക്കെ, എന്താണ്, വ്യവസായം, നിർമ്മാണം എന്നിവയുമായി ബന്ധപ്പെട്ട
സാമ്പത്തിക പ്രവർത്തനങ്ങൾ ഈ മേഖലയിൽ ഉൾപ്പെടുന്നു. പ്രാഥമിക മേഖലയിലെ ഉൽപ്പന്നങ്ങൾ അസംസ്കൃത വസ്തുക്കളായി ഉപയോഗിച്ചുകൊണ്ട് പുതിയ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന പ്രവർത്തനങ്ങൾ നടക്കുന്നത് തൃതീയ മേഖലയിലാണ്. വ്യവസായങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നതിനാൽ ദ്വിതീയ മേഖലയെ വ്യവസായ മേഖല അഥവാ ഇൻഡസ്ട്രിയൽ സെക്ടർ എന്നും കൂടി വിളിക്കുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞു പ്രാഥമിക മേഖല അഥവാ കാർഷിക മേഖല, അതിനെ നമ്മൾ എന്താണ് പ്രൈമറി സെക്ടർ അഥവാ അഗ്രികൾച്ചർ സെക്ടർ എന്ന് പറയുന്നു. ദ്വിതീയ മേഖല സെക്കൻഡറി സെക്ടറിന് എന്താണ് അറിയപ്പെടുന്നത്? വ്യവസായിക മേഖല അഥവാ ഇൻഡസ്ട്രിയൽ സെക്ടർ എന്നറിയപ്പെടുന്നു. ഓക്കെ, അടുത്തതാണ് പറയുന്നത് തൃതീയ മേഖല അഥവാ ടെർഷറി സെക്ടർ. പ്രാഥമിക ദ്വിതീയ മേഖലകളിലെ ഉൽപ്പന്നങ്ങൾ സംഭരിക്കുക, വിപണനം ചെയ്യുക തുടങ്ങിയ എല്ലാ സാമ്പത്തിക പ്രവർത്തനങ്ങളും കാര്യക്ഷമമാക്കുന്നത് ആരാണ്? തൃതീയ മേഖലയിലെ വിവിധ പ്രവർത്തനങ്ങളാണ്. ആരോഗ്യം, വിദ്യാഭ്യാസം തുടങ്ങിയ സേവന പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്നത് എവിടെയാണ്? തൃതീയ മേഖലയിലാണ്. അതുകൊണ്ടാണ് അതിനെ എന്ത് വിളിക്കുന്നത്? സേവന മേഖല അഥവാ സർവീസ് സെക്ടർ എന്ന് വിളിക്കുന്നത്. പ്രൈമറി മേഖല അഥവാ അഗ്രികൾച്ചർ സെക്ടർ, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ടെർഷറി സെക്ടർ ദ്വിതീയ മേഖല അഥവാ എന്താണ് ഇൻഡസ്ട്രിയൽ സെക്ടർ, അല്ലെങ്കിൽ എന്താണ് ടെർഷറി സെക്ടർ അഥവാ സർവീസ് സെക്ടർ എന്നറിയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ എല്ലാത്തിന്റെ എക്സാമ്പിൾസ് ആണ് നമ്മൾ പഠിക്കേണ്ടത്. കണ്ട, തൃതീയ മേഖലയ്ക്കുള്ള എക്സാമ്പിൾസ് ആണ് ഗതാഗതം, അതേപോലെ വാർത്താവിനിമയം, വ്യാപാരം, വാണിജ്യം, ബാങ്കിങ്, അതേപോലെ അധ്യാപനം. ഇതെല്ലാം എന്താണ്? ടെർഷറി സെക്ടറിലാണ് വരുന്നത്. ഓക്കെ, കണ്ടോ, ഇവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞേക്കുവാണ്. കരിമ്പ് ഉൽപാദനം വർദ്ധിപ്പിക്കാനായിട്ട് നമുക്ക് എന്താണ് രണ്ട് മേഖലകളിൽ, അതായത് നമ്മൾ കാർഷിക മേഖലയാണ് കരിമ്പ് ഉൽപാദനം എന്ന് പറയുന്നത്. അപ്പൊ അതെന്താണ്? സ്വാഭാവികമായിട്ടും കരിമ്പ് ഉൽപാദനം എന്ന് പറയുന്നത് നമ്മുടെ പ്രൈമറി സെക്ടർ ആണ്, പ്രാഥമിക മേഖലയിൽ വരുന്നതാണ്. അപ്പൊ നമുക്ക് ദ്വിതീയ മേഖലയിൽ നിന്ന് എന്തൊക്കെ സ്വീകരിക്കാൻ പറ്റും? യന്ത്ര സാമഗ്രികള്, വളങ്ങള്, അല്ലെ, നല്ല മികച്ച ഇനം വിത്തുകൾ, ഇതെല്ലാം എന്താണ്? നമ്മുടെ സെക്കൻഡറി സെക്ടറിൽ നിന്നായിരിക്കും നമ്മൾ എടുക്കുന്നത്. അതേപോലെ ജലസേചനം ചെയ്യുന്ന പമ്പുകളും കാര്യങ്ങളും, അതാണ് യന്ത്ര സാമഗ്രി. ഇതെല്ലാം എന്താണ്? ദ്വിതീയ മേഖലയിൽ നിന്ന് സ്വീകരിക്കാവുന്നതാണ്. ജലസേചനം എന്ന് പറയുമ്പോൾ അത് പ്രൈമറി സെക്ടറാണ്, പക്ഷെ അതിനുപയോഗിക്കുന്ന എക്യുപ്മെന്റ്സ്, വാഹനങ്ങളെല്ലാം എന്താണ്? ദ്വിതീയ മേഖലയിലാണ്. ഇനി തൃതീയ മേഖലയിൽ എന്താണ്? ഗതാഗത സൗകര്യം. ഇപ്പൊ അവിടേക്ക് എന്ത് ചെയ്യണം? റോഡ് എത്തിക്കണം. അതേപോലെ സാമ്പത്തിക സഹായം, ബാങ്കുകളിൽ ലോണൊക്കെ കൊടുക്കേണ്ടി വരും, അല്ലെ? ഇവർക്ക് ഈ യന്ത്ര സാമഗ്രികളൊക്കെ മേടിക്കണമെങ്കിൽ എന്ത് വേണം? കാശ് വേണം. കാശ് വേണമെങ്കിൽ എന്ത് ചെയ്യണം? ബാങ്കുകളൊക്കെ ആണെങ്കിലും എന്ത് ചെയ്യണം? സാമ്പത്തികമായിട്ട് സഹായം ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇതാണ് നമ്മൾ പറയുന്നത്. ഈ ഒരു പ്രൈമറി സെക്ടറിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് നമ്മൾ ദ്വിതീയ സെക്ടറും സെക്കൻഡറി സെക്ടറും ടെർഷറി സെക്ടറും എന്ത് ചെയ്യുന്നുണ്ട്? സഹായിക്കുന്നുണ്ട്. അതായത് ഈ പറയുന്ന മൂന്ന് മേഖലകളും എന്താണ്? പരസ്പരം കണക്റ്റഡ് ആണ്. എല്ലാം എന്താണ്? ഇന്റർ കണക്റ്റഡ് ആയിട്ടാണ് കിടക്കുന്നത്. കണ്ടോ, അതാണ് ഈ പറയുന്നത്. കണ്ടോ, എന്താണ്? പ്രാഥമിക മേഖലയിലേക്ക് വേണ്ട അസംസ്കൃത വസ്തുക്കളും ഭക്ഷ്യവസ്തു, ദ്വിതീയ മേഖലയ്ക്ക് വേണ്ടിയുള്ള ഈ അസംസ്കൃത വസ്തുക്കൾ, ഭക്ഷ്യവസ്തുക്കൾ എല്ലാം എവിടെ നിന്നാണ് ലഭിക്കുന്നത്? പ്രാഥമിക മേഖലയിൽ നിന്നാണ് ലഭിക്കുന്നത്. ഇനി ഈ ദ്വിതീയ മേഖലയിൽ നിന്നാണ് യന്ത്ര സാമഗ്രികളും നിർമ്മിത വസ്തുക്കളും എല്ലാം തൃതീയ മേഖലയ്ക്കും അതേപോലെ തന്നെ എന്തുണ്ട്? രണ്ടു കൂട്ടർക്കും കൊടുക്കുന്നുണ്ട്. പ്രാഥമിക മേഖലയ്ക്കും കൊടുക്കുന്നുണ്ട്, അതേപോലെ ദ്വിതീയ മേഖലയ്ക്കും കൊടുക്കുന്നുണ്ട്. അതേപോലെ പല പല സേവനങ്ങള് തൃതീയ മേഖല ആർക്ക് കൊടുക്കുന്നുണ്ട്? ദ്വിതീയ മേഖലയ്ക്ക് കൊടുക്കുന്നുണ്ട്. ഇനി പ്രാഥമിക മേഖലയിൽ നിന്നുള്ള എന്താണ്? ഭക്ഷ്യവസ്തുക്കൾ തൃതീയ മേഖലയ്ക്ക് കൊടുക്കുന്നുണ്ട്. പല പല സേവനങ്ങൾ പ്രാഥമിക മേഖലയ്ക്ക് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇത്രയും ഉള്ളൂ കാര്യം പറയുന്നത്. അതായത് പ്രാഥമിക മേഖല ആയിക്കോട്ടെ, ദ്വിതീയ മേഖല ആയിക്കോട്ടെ, തൃതീയ മേഖല ആയിക്കോട്ടെ, മൂന്നും പരസ്പരം എന്താണ്? കണക്റ്റഡ് ആകുമ്പോഴേ എന്ത് വരുള്ളൂ? ഒരു എക്കണോമിക്കലി നമ്മൾ എന്താ സെറ്റ് ആകുള്ളൂ, അല്ലെ? എല്ലാ കാര്യങ്ങളും അല്ലാണ്ട് നമുക്ക് പ്രാഥമിക മേഖലയില്ല, അല്ലെങ്കിൽ എന്താണ്? പ്രാഥമികവും ഉണ്ട്, തൃതീയവും ഉണ്ട്. ദ്വിതീയ മേഖല അവിടെ എഫക്റ്റീവ് അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? സ്വാഭാവികമായിട്ടും ഇവിടെ കൃഷി ഇറക്കണം, പക്ഷെ എന്താണ്? യന്ത്ര സാമഗ്രികൾ കിട്ടാനില്ല. തൃതീയ മേഖല കുറെ കാശ് കൊടുത്തു, അപ്പോഴും എന്താണ്? യന്ത്ര സാമഗ്രികൾ കിട്ടാനുണ്ടെങ്കിലല്ലേ നമുക്ക് ഇതുകൊണ്ട് എഫക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ എന്താണ് പറയുന്നത്? ഈ പറയുന്ന മൂന്ന് മേഖലകളും പരസ്പരം കണക്റ്റഡ് ആണെന്നുള്ളത്. ഓക്കെ, വിവിധ മേഖലകളുടെ പരസ്പര ആശ്രയത്വം സാമ്പത്തിക പുരോഗതിക്ക് അനിവാര്യമാണ്. സമ്പദ്ഘടനയിലെ വിവിധ മേഖലകളിലായി നടക്കുന്ന ഉൽപാദനം, വിതരണം, ഉപഭോഗം തുടങ്ങിയവ ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക പ്രവർത്തനങ്ങൾ എന്നറിയപ്പെടുന്നു. ഉൽപാദക ഘടകങ്ങളെ എന്താണ്? ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കുന്ന പ്രക്രിയയാണ് എന്ത് പറയുന്നത്? ഉൽപാദനം എന്ന് പറയുന്നത്. ഉൽപാദനത്തിലൂടെ ലഭിക്കുന്ന ഉൽപ്പന്നമോ വരുമാനമോ വ്യക്തികൾക്കിടയിലെയോ ഉൽപാദകർക്കിടയിലെയോ കൈമാറ്റം ചെയ്യുന്ന പ്രക്രിയയാണ് എന്ത്? വിതരണം എന്ന് പറയുന്നത്. ഇങ്ങനെ വിതരണം ചെയ്യപ്പെടുന്ന വരുമാനത്തിന്റെ ഒരു വിഹിതം ഉപഭോക്താവ് സാധനങ്ങളും സേവനങ്ങളും വാങ്ങുന്നതിനും വിനിയോഗിക്കുകയും മിച്ചം വരുന്നത് കരുതൽ ധനമായിട്ട് മാറ്റിവെക്കുകയും ചെയ്യുന്നു. ആവശ്യങ്ങളും ആഗ്രഹങ്ങളും തൃപ്തിപ്പെടുത്താൻ വിഭവങ്ങൾ ഉപയോഗിക്കുന്നതിനെയാണ് ഉപഭോഗം അഥവാ കൺസപ്ഷൻ എന്ന് പറയുന്നത്. ഇത്തരം സാമ്പത്തിക പ്രവർത്തനങ്ങളായ ഉൽപാദനം, വിതരണം, ഉപഭോഗം എന്നിവ ത്വരിതപ്പെടുമ്പോഴാണ് സമ്പദ് വ്യവസ്ഥ പുരോഗതി കൈവരിക്കുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു പ്രാഥമിക മേഖലയിലൂടെ അവർ എന്ത് ചെയ്യുന്നുണ്ട്? ഈ പറയുന്ന സാധനങ്ങളെല്ലാം ഉണ്ടാക്കി,
ഇതൊക്കെ എന്ത് ചെയ്യണം? അതാണ് ഉൽപാദനം എന്ന് പറയുന്നത്. ഇത് എന്ത് ചെയ്യണം? മറ്റു വ്യക്തികൾക്കിടയിലോട്ട്, അല്ലാണ്ട് നമ്മൾ എന്താണ് ഒരു പാടത്ത് ഇഷ്ടം പോലെ നെല്ലൊക്കെ കൊയ്തെടുത്ത് വെച്ചിട്ട് കാര്യമുണ്ടോ? അത് ആവശ്യക്കാരിലേക്ക് എത്തിക്കാം. അവിടെയാണ് നമ്മുടെ സെക്കൻഡറി സെക്ടറിന്റെ ഉപയോഗം വരുന്നത്. അപ്പൊ അവിടെ എന്ത് വരുന്നുണ്ട്? വിതരണം വരുന്നുണ്ട്. ഇനി ഇതൊക്കെ കിട്ടി, അപ്പൊ അയാൾക്ക് തിരിച്ചു കുറെ കാശും കിട്ടി. ഈ കാശ് അയാൾക്ക് അയാളുടേതായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കണം. അയാൾക്ക് എന്താണ്? ബാങ്കിൽ അയാൾക്ക് സേവിങ്സ് വേണം, അതേപോലെ അയാൾക്ക് പുതിയ പുതിയ എക്യുപ്മെന്റ്സ് വേണം. ഇങ്ങനെ പല പല കാര്യങ്ങൾക്ക് ഇയാളത് ഉപയോഗിക്കുന്നുണ്ട്. അതാണ് നമ്മൾ കൺസപ്ഷൻ അഥവാ ഉപഭോഗം എന്ന് പറയുന്നത്. അപ്പൊ അതേപോലെ തന്നെ അപ്പൊ എന്താണ് പറയുന്നത്? ഉൽപാദനം, വിതരണം, ഉപഭോഗം, ഈ 3 പേര് നിങ്ങൾ പഠിച്ചു വെക്കണം. ഈ 3 കാര്യത്തിലൂടെയാണ് എന്ത് നടക്കുന്നത്? സമ്പദ് വ്യവസ്ഥയുടെ പുരോഗതി ത്വരിതപ്പെടുന്നത്. ഓക്കെ, നെക്സ്റ്റ് ആണ് പറയുന്നത് ദേശീയ വരുമാനം. അപ്പൊ എന്താണ് ദേശീയ വരുമാനം എന്നുള്ളത് നമുക്ക് നോക്കാം. എന്താ പറയുന്നത്? സാമൂഹിക സാമ്പത്തിക സർവേയുടെ ഭാഗമായി നാം പലപ്പോഴും നമ്മുടെ കുടുംബത്തിന്റെ വാർഷിക വരുമാന കണക്കുകൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് സമർപ്പിക്കാറുണ്ട്, അല്ലെ? നമ്മുടെ PSCയുടെ ഒക്കെ എന്തെങ്കിലുമൊക്കെ വരുമ്പോഴേക്കും എന്താണ് നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് വേണം, എന്താണ് അവരുടെ അവരുടെ വരുമാന സർട്ടിഫിക്കറ്റ് വേണമെന്നൊക്കെ പറഞ്ഞ് പറയാറില്ലേ? അപ്പൊ എന്താണ്? ഒരു വർഷം കുടുംബത്തിലെ അംഗങ്ങൾക്ക് വിവിധ മാർഗങ്ങളിലൂടെ എന്തൊക്കെയാണ്? ശമ്പളമായിക്കോട്ടെ, തൊഴിലുകളായിക്കോട്ടെ, അതേപോലെ ആസ്തി, ബാങ്ക് നിക്ഷേപങ്ങൾ എന്നിവയിലെല്ലാത്തിലൂടെ ലഭിക്കുന്ന മൊത്തം വരുമാനത്തെയാണ് ആ കുടുംബത്തിന്റെ വാർഷിക വരുമാനം എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഒരു രാജ്യത്തിന് വിവിധ സാമ്പത്തിക പ്രവർത്തനത്തിൽ ലഭിക്കുന്ന ഒരു വർഷത്തെ ആകെ വരുമാനത്തെയാണ് ആ രാജ്യത്തിന്റെ വാർഷിക വരുമാനം എന്താണ് പറയുന്നത്? ഒരു രാജ്യത്തിന്റെ വിവിധ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ഒരു വർഷത്തെ ആകെ വരുമാനത്തെ രാജ്യത്തിന്റെ വാർഷിക വരുമാനം എന്ന് പറയുന്നു. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. ഒരു രാജ്യത്ത്, അതായത് രാജ്യത്ത് ഒരു സാമ്പത്തിക വർഷം ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ അന്തിമ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പണമൂല്യമാണ് ആ രാജ്യത്തിന്റെ ദേശീയ വരുമാനം. ഇന്ത്യയിൽ ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ് സാമ്പത്തിക വർഷമായി അഥവാ ഫിനാൻഷ്യൽ ഇയർ ആയി കണക്കാക്കപ്പെടുന്നത്. ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ്. അപ്പൊ എന്താണ് ദേശീയ വരുമാനം? രാജ്യത്ത് ഒരു സാമ്പത്തിക വർഷം, അതായത് ഈ പറയുന്ന ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയുള്ളതിൽ ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ അന്തിമ സേവനങ്ങളുടെയും സേവനങ്ങളുടെയും ഒക്കെ പണമൂല്യത്തെയാണ് ആ രാജ്യത്തിന്റെ ദേശീയ വരുമാനം എന്ന് പറയുന്നത്. രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ നേരിട്ട് ഉപഭോഗ വസ്തുവായി ഉപയോഗിക്കുന്ന സാധനങ്ങളെയും അന്തിമ സാധനങ്ങളെന്നും, എന്താണ് അസംസ്കൃത വസ്തുവായി ഉപയോഗിക്കുന്ന സാധനങ്ങളെ ഇടനില വസ്തുക്കളെന്നും അറിയപ്പെടുന്നു. അപ്പൊ എന്താണ്? രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളിൽ നേരിട്ട് ഉപഭോഗ വസ്തു ഉപയോഗിക്കുന്ന സാധനങ്ങളെയാണ് അന്തിമ സാധനങ്ങൾ, ഫൈനൽ ഗുഡ്സ് എന്ന് പറയുന്നത്. ഇനി അതിനുള്ള അസംസ്കൃത വസ്തുക്കൾ എന്താ പറയുന്നത്? ഇടനില വസ്തുക്കൾ എന്ന് പറയുന്നു. ഓക്കെ, അതായത് ഇപ്പൊ നമ്മൾ എന്താണ് ഒരു ഷർട്ട് ഉണ്ടാക്കുവാണ്. ഷർട്ട് എന്ന് പറയുന്നത് എന്താണ്? അവരുടെ ഫൈനൽ പ്രൊഡക്റ്റ് ആണ്. പക്ഷെ ആ ഷർട്ട് ഉണ്ടാക്കാനായിട്ട് എന്തൊക്കെ വേണം? നമുക്ക് കുറെ തുണി വേണം, അതേപോലെ നൂല് വേണം, ഷർട്ടിന്റെ ബട്ടൺസ്, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ അതിൻ്റെ അവയാണ് എന്ത് പറയുന്നത്? ഇടനില സാധനങ്ങൾ അഥവാ ഇടനില വസ്തുക്കൾ എന്നറിയപ്പെടുന്നത്. ഓക്കെ, ദേശീയ വരുമാനം കണക്കാക്കുന്നതിന്റെ പ്രാധാന്യം. പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകളിലൂടെ ഒരു രാജ്യത്തിന് ലഭിക്കുന്ന ആകെ വരുമാനമാണ് ദേശീയ വരുമാനം എന്ന് പറയുന്നത്. ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതി വിശദമാക്കുന്ന പ്രധാന സൂചകമാണ് ദേശീയ വരുമാനം. ഓക്കെ, ദേശീയ വരുമാനം കണക്കാക്കുന്നതിന്റെ പ്രാധാന്യം നമുക്ക് നോക്കാം. എന്തൊക്കെയാണ് പറയുന്നത്? രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച മനസ്സിലാക്കുന്നതിന് വിവിധ മേഖലകളുടെ സംഭാവന, അതായത് പ്രാഥമിക മേഖല എത്ര തന്നു, ദ്വിതീയ മേഖല എത്ര തന്നു, തൃതീയ മേഖല എത്ര തന്നു, എല്ലാത്തിന്റെയും സംഭാവന എത്രയാണെന്ന് അറിയണം. പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിനും നടപ്പിലാക്കുന്നതിനും സർക്കാരുകളെ സഹായിക്കാൻ, അതായത് ദ്വിതീയ മേഖലയിൽ നിന്നുള്ള എമൗണ്ട് വളരെ കുറവാണെങ്കിൽ അവർക്ക് മനസ്സിലാവും വ്യവസായികമായിട്ട് നമ്മൾ ഇത്തിരി കൂടി മുന്നേറാനുണ്ട്. അല്ലെങ്കിൽ പ്രാഥമിക മേഖലയിൽ നിന്നാണ് ഏറ്റവും കുറവെങ്കിൽ നമുക്ക് മനസ്സിലാവും നമ്മൾ എന്താണ് കൃഷിയിൽ നിന്നൊക്കെ വളരെയധികം പിന്നോട്ട് പോയി, അത് പറ്റില്ല എന്ന് അവർക്ക് മനസ്സിലാകും. ഇനി സേവന മേഖലയാണെങ്കിൽ എന്താണ്? അപ്പൊ എല്ലാത്തിന്റെയും എവിടെയാണോ കുറവ്, എവിടെയാണോ കൂടുതൽ എന്നൊക്കെ കണ്ടുപിടിച്ച് പുതിയ പുതിയ പ്രവർത്തനങ്ങളൊക്കെ സർക്കാരിന് ആവിഷ്കരിക്കാനായിട്ട് പറ്റും. രാജ്യങ്ങളുടെ സാമ്പത്തിക സ്ഥിതി താരതമ്യം ചെയ്യുന്നതിന് നമ്മുടെ തൊട്ടടുത്ത അയൽ രാജ്യങ്ങൾ, അതേപോലെ ലോകത്തുള്ള ഏതൊരു രാജ്യവുമായിട്ടും അവരുടെ ദേശീയ വരുമാനവും നമ്മുടെ ദേശീയ വരുമാനമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാനായിട്ട് പറ്റും. രാജ്യത്തെ ജനങ്ങളുടെ വിവിധ തരത്തിലുള്ള നിക്ഷേപങ്ങളും ചെലവുകളും മനസ്സിലാക്കാൻ, സമ്പദ് വ്യവസ്ഥയുടെ ശക്തിയും ബലഹീനതയും മനസ്സിലാക്കാൻ, ഇങ്ങനെയൊക്കെ കൊണ്ടാണ് എന്താ. അപ്പൊ ചിലപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് ഒക്കെ ഒന്ന് വായിച്ചു പോകണം കേട്ടോ. ദേശീയ വരുമാനം കണക്കാക്കുന്നതിൽ താഴെ പറയുന്നതിൽ ഏതൊക്കെയാണ്, എന്താണ് അതിനുള്ള സൂചകങ്ങൾ, അല്ലെങ്കിൽ എന്താണ് പ്രാധാന്യം, ഏതൊക്കെയെന്ന് പറയാം. എങ്ങനെ വേണമെങ്കിലും പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം. കാര്യം പുതിയ SCERT ടെക്സ്റ്റ് ബുക്കാണ്, വ്യക്തമായിട്ട് പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം കയറി ചോദിക്കാം.
ഇനി നമുക്ക് എങ്ങനെയൊക്കെയാണ് ദേശീയ വരുമാനം കണക്കാക്കുന്നത് നോക്കാം. ദേശീയ വരുമാനം കണക്കാക്കുന്നതിന് ഉൽപാദനം, വരുമാനം, ചെലവാക്കൽ എന്നിവയെ അടിസ്ഥാനമാക്കി 3 രീതികളാണ് അവലംബിക്കുന്നത്. അതിലൊന്നാണ് ഉൽപ്പന്ന രീതി അഥവാ പ്രോഡക്റ്റ് മെത്തേഡ്. രണ്ടാമത്തെ എന്താണ്? വരുമാന രീതി അഥവാ ഇൻകം മെത്തേഡ്. മൂന്നാമത്തത് ചെലവ് രീതി അഥവാ എക്സ്പെൻഡിച്ചർ മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, 3 രീതികളുമുണ്ട്. അപ്പൊ എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. ഫസ്റ്റ് പറയുന്നത് ഉൽപ്പന്ന രീതി. എങ്ങനെയാണ് ഉൽപ്പന്ന രീതി നോക്കിയിട്ട് ഒരു രാജ്യത്തിന്റെ ദേശീയ വരുമാനം കണക്കാക്കുന്നതെന്ന്. ഒരു സാമ്പത്തിക വർഷത്തിൽ പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും മൊത്തം പണമൂല്യത്തെ അടിസ്ഥാനമാക്കി വരുമാനം കണക്കാക്കുന്ന രീതിയാണ് ഉൽപ്പന്ന രീതി എന്ന് പറയുന്നത്. കണ്ടോ, അതായത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും മൊത്തം പണമൂല്യമാണ് നോക്കുന്നത് ഉൽപ്പന്ന രീതി. വിവിധ മേഖലകളിൽ നിന്ന് ദേശീയ വരുമാനത്തിലേക്കുള്ള സംഭാവന എത്രത്തോളമാണെന്ന് തിരിച്ചറിയുന്നതിനും അതത് മേഖലകൾക്ക് അർഹമായ പ്രാധാന്യം ലഭിക്കുന്നതിനും എന്താണ് ഇത് സഹായകമാകും. അതായത് ദേശീയ വരുമാനം എന്ന് പറയുന്നത് നോക്കിക്കേ, നാഷണൽ ഇൻകം X1, X2, X3 എക്സെട്ര അപ് ടു Xn തന്നിട്ടുണ്ട്. എന്താണെന്ന് പറയുന്നത്? രാജ്യത്തെ പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകളിലായി ഉൽപ്പാദിക്കപ്പെടുന്ന വിവിധ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പണമൂല്യം അതെല്ലാം കൂടി കൂട്ടി ദേശീയ വരുമാനം കണക്കാക്കുന്ന രീതിയാണ് എന്ത്? ഉൽപ്പന്ന രീതി. നെക്സ്റ്റ് നോക്കുകയാണ് വരുമാന രീതി. എന്താണ്? ഒരു സാമ്പത്തിക വർഷത്തിൽ ഉൽപാദക ഘടകങ്ങളായ ഭൂമിയുണ്ട്, തൊഴിലുണ്ട്, മൂലധനം, സംഘാടനം എന്നിവയ്ക്ക് ലഭിക്കുന്ന പ്രതിഫലങ്ങളാണ് പാട്ടം, വേതനം, പലിശ, ലാഭം. ഭൂമിക്ക് ലഭിക്കുന്ന പ്രതിഫലമാണ് പാട്ടം, തൊഴിലിന് ലഭിക്കുന്ന പ്രതിഫലമാണ് വേതനം, മൂലധനത്തിന് ലഭിക്കുന്ന പ്രതിഫലമാണ് പലിശ, സംഘാടനത്തിന് ലഭിക്കുന്നതാണ് ലാഭം എന്ന് പറയുന്നത്. ഇവയുടെ പണമൂല്യത്തിന്റെ അടിസ്ഥാനത്തിൽ ദേശീയ വരുമാനം കണക്കാക്കുന്നതിനെയാണ് വരുമാന രീതി എന്ന് പറയുന്നത്. എന്താണ്? റെന്റ്, അതേപോലെ വേജസ്, പിന്നെ എന്താണ്? ഇൻട്രസ്റ്റ്, പലിശ, പിന്നെ എന്താണ്? പ്രോഫിറ്റ്. അപ്പൊ എന്താണ്? ഭൂമിക്ക് ലഭിക്കുന്നതാണ് റെന്റ്, പാട്ടം, അതേപോലെ തൊഴിലിന് ലഭിക്കുന്നതാണ് വേജസ്, വേതനം, മൂലധനത്തിന് ലഭിക്കുന്നതാണ് പലിശ എന്ന് പറയുന്നത്, സംഘാടനത്തിൽ ലഭിക്കുന്നതാണ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. രാജ്യത്തിന്റെ ദേശീയ വരുമാനത്തിൽ ഓരോ ഉൽപാദന ഘടകങ്ങൾക്കും ലഭിക്കുന്ന വരുമാനം എത്രത്തോളം എന്ന് മനസ്സിലാക്കാൻ ഈ രീതി സഹായിക്കുന്നു. വരുമാന രീതിയിലൂടെ കണക്കാക്കാൻ കഴിയുന്നത് മൊത്ത ദേശീയ വരുമാനമാണ്, ഗ്രോസ് നാഷണൽ ഇൻകം ആണ് വരുമാന രീതിയിലൂടെ കണക്കാക്കാനായിട്ട് നമുക്ക് കഴിയുന്നത്. നെക്സ്റ്റ് പറയാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു ഉൽപ്പന്ന രീതി പറഞ്ഞു, വരുമാന രീതി പറഞ്ഞു. നെക്സ്റ്റ് ഉള്ളത് എന്താണ്? ചെലവു രീതി. ഒരു സാമ്പത്തിക വർഷത്തിൽ ഈ ഇക്വേഷൻസ് ഒക്കെ പഠിച്ചു വെക്കണം കേട്ടോ. ഈ തന്നിരിക്കുന്ന ഈ ഇക്വേഷനും ആദ്യത്തെ നമുക്ക് വലിയ ഇമ്പോർട്ടൻസ് അല്ല, പക്ഷെ ഇതും ചെലവ് രീതിക്കും ഉണ്ട് ഒരു ഇക്വേഷൻ, അതും പഠിച്ചു വെക്കണേ. ചെലവ് രീതി എന്താന്ന് നോക്കാം. ഒരു സാമ്പത്തിക വർഷത്തിൽ രാജ്യത്തെ വിവിധ സാമ്പത്തിക പ്രവർത്തനങ്ങൾക്കായി വിനിയോഗിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ ചെലവിന്റെ അടിസ്ഥാനത്തിൽ ദേശീയ വരുമാനം കണക്കാക്കുന്ന രീതിയാണ് ചെലവ് രീതി എന്ന് പറയുന്നത്. സാമ്പത്തിക ശാസ്ത്രത്തിൽ സാധനങ്ങളും സേവനങ്ങളും വാങ്ങുന്നതിന് വേണ്ടിയുള്ള ചെലവിനൊപ്പം നിക്ഷേപവും ചെലവായാണ് പരിഗണിക്കപ്പെടുന്നത്. ഉപഭോഗ ചെലവ്, നിക്ഷേപ ചെലവ് എന്നിവയോടൊപ്പം സർക്കാർ ചെലവും അറ്റ കയറ്റുമതി മൂല്യവും കൂടി ചേർന്നാണ് രാജ്യത്തെ ആകെ ചെലവെന്ന് പറയുന്നത്. അപ്പൊ എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ ഒരു ബോക്സ് ഇമ്പോർട്ടൻ്റ് ആണ്. സാമ്പത്തിക ശാസ്ത്രത്തിൽ സാധനങ്ങളും സേവനങ്ങളും വാങ്ങുന്നതിന് വേണ്ടിയുള്ള ചെലവ്, ഓക്കെ, അതാണ് കൺസപ്ഷൻ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. നിക്ഷേപവും അവിടെ എന്താണ്? ചെലവായാണ് പരിഗണിക്കുന്നത്. എന്താണ്? ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ഇനി എന്താണ്? ഉപഭോഗ ചെലവ്, നിക്ഷേപ ചെലവ് എന്നിവയോടൊപ്പം എന്തും കൂടി വരുന്നുണ്ട്? സർക്കാർ ചെലവുകളും അതേപോലെ തന്നെ ഗവൺമെന്റ് എക്സ്പെൻഡിച്ചറും അതേപോലെ നെറ്റ് എക്സ്പോർട്ട് വാല്യൂ, അറ്റ കയറ്റുമതി മൂല്യമൊക്കെ കൂടി ചേർക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ആകെ ചെലവായിട്ട് പറയുന്നത്. അതായത് ദേശീയ വരുമാനം എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? കൺസപ്ഷൻ എക്സ്പെൻഡിച്ചർ, അതേപോലെ ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചർ, പിന്നെ എന്താണ്? ഗവൺമെന്റ് എക്സ്പെൻഡിച്ചറും, പിന്നെ വരുന്നത് നെറ്റ് എക്സ്പോർട്ട് വാല്യൂ ആണ്. അതിനാണ് ഇവിടെ X-M എന്ന് പറയുന്ന ഇക്വേഷൻ പഠിക്കണേ. അതായത് സി എന്ന് പറയുന്നത് ഉപഭോഗ ചെലവ്, ജി എന്ന് പറയുന്നത് സർക്കാർ ചെലവ്, ഐ എന്ന് പറയുന്നത് നിക്ഷേപ ചെലവ്, X-M എന്ന് പറയുന്നത് രാജ്യത്തെ കയറ്റുമതിയെ X എന്നും എന്താണ് ഇറക്കുമതിയെ M എന്നും എടുത്താൽ അതിന്റെ വ്യത്യാസമാണ് അറ്റ കയറ്റുമതി എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളിവിടുന്ന് കയറ്റി അയക്കുന്നത് കൂടാതെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇറക്കുമതിയും ചെയ്യുന്നുണ്ട്. അപ്പൊ കയറ്റി അയക്കുന്നതിൽ നിന്ന് എന്ത് ചെയ്യണം? ഇറക്കുമതി ചെയ്യുന്നതിന്റെ എമൗണ്ട് കുറയ്ക്കണം. അതിനെയാണ് നമ്മൾ കയറ്റുമതി അഥവാ നെറ്റ് എക്സ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഇക്വേഷൻ ആണ്, ഇമ്പോർട്ടന്റ് ആണ്, പഠിക്കേണ്ടതാണ്.
C+I+G+X-M. ഇത്തരത്തിൽ ചെലവ് രീതിയിലൂടെ കണക്കാക്കാൻ കഴിയുന്നതാണ് രാജ്യത്തിന്റെ മൊത്ത ദേശീയ ചെലവാണ്, ഗ്രോസ് നാഷണൽ എക്സ്പെൻഡിച്ചർ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ എന്താണ്, വരുമാന രീതിയിലൂടെ കണക്കാക്കാൻ കഴിയുന്നത് മൊത്ത ദേശീയ വരുമാനത്തെയാണ്. വരുമാന രീതിയിലൂടെ കണക്കാക്കാൻ കഴിയുന്നത് ചെലവ് രീതിയിലൂടെ എന്താണ്, മൊത്ത ദേശീയ ചെലവ്, ഗ്രോസ് നാഷണൽ എക്സ്പെൻഡിച്ചർ ആണ്. ഇനി എന്താണ് ഈ പറയുന്ന സർക്കാർ ചെലവ് എന്നൊക്കെ നമ്മൾ പറഞ്ഞല്ലേ, അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ജനക്ഷേമം ലക്ഷ്യമാക്കി സർക്കാർ നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും ആവശ്യമായി വരുന്ന ചെലവിനെയാണ് സർക്കാർ ചെലവ് അഥവാ പൊതുചെലവ് എന്ന് പറയുന്നത്. സർക്കാർ ചെലവുകളെ വികസന ചെലവുകളെന്നും വികസന ഇതര ചെലവുകളെന്നും രണ്ടായിട്ട് തരംതിരിക്കുന്നു. അപ്പൊ സർക്കാർ ചെലവ് എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് എന്താണ്, ഇപ്പൊ നമുക്ക് ഇവിടെ ഒരു ഹോസ്പിറ്റൽ വേണം, റോഡ് വേണം, ഇതെല്ലാം എന്താണ്, സർക്കാരിന്റെ ചെലവുകളാണ് അല്ലെ, ഗവൺമെന്റിന്റെ എക്സ്പെൻഡിച്ചർ ആയിട്ട് വരുന്നതാണ്. അപ്പൊ ജനക്ഷേമം ലക്ഷ്യമാക്കിയിട്ട് സർക്കാർ നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങളും പറയുന്നതാണ് എന്ത്, സർക്കാർ ചെലവ് അഥവാ പൊതുചെലവ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്താണ് ഉപഭോഗ ചെലവ്? ഉപഭോക്താക്കൾ ഉപഭോഗത്തിനായി സാധനങ്ങളും സേവനങ്ങളും വാങ്ങുന്നതിന് വേണ്ടി ചെലവാക്കുന്ന തുകയാണ് ഉപഭോഗ ചെലവ് അല്ലെ. നമുക്ക് എന്താണ്, നമുക്കൊരു വസ്തു വേണം, അതിന് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ കാശ് കൊടുത്താൽ സാധനം വാങ്ങിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ആ ചെലവാക്കുന്ന പൈസയാണ് എന്താ, നമ്മുടെ കൺസപ്ഷന് വേണ്ടി, നമ്മുടെ ഉപഭോഗത്തിന് വേണ്ടി നമ്മൾ ചെലവാക്കുന്ന പൈസയാണ് ഉപഭോഗ ചെലവ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് നിക്ഷേപ ചെലവ്. എന്താണ്, മൂലധന ഉൽപ്പന്നങ്ങളുടെ മേൽ വ്യവസായ യൂണിറ്റുകളോ വ്യക്തികളോ സ്ഥാപനങ്ങളോ ചെലവാക്കുന്ന മൊത്തം ചെലവാണ് നിക്ഷേപ ചെലവ്. ഭൂമിക്ക് വേണ്ടിയുള്ള ചെലവ്, യന്ത്രങ്ങൾക്ക് വേണ്ടിയുള്ള ചെലവ് തുടങ്ങിയവയെല്ലാം നിക്ഷേപ ചെലവിന് ഉദാഹരണങ്ങളാണ്. അപ്പൊ നിക്ഷേപം എന്ന് പറയുന്നത് നമ്മൾ ബാങ്കിൽ കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്ന മാത്രമല്ല ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്ന്. നമ്മൾ കുറച്ച് ഭൂമി മേടിച്ചിട്ട് വേണം, അതും നമ്മളൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഇപ്പൊ നമ്മൾ എന്താണ്, ഒരു വണ്ടി, നമുക്കൊരു ബിസിനസ് തുടങ്ങണം, അതിനുവേണ്ടി ഇപ്പൊ ഒരു പാടമുണ്ട് നമുക്ക്, നമ്മൾ അതിനുവേണ്ടി ഒരു ട്രാക്ടർ മേടിച്ചു, അതും എന്താണ്, ഒരു നിക്ഷേപമാണത്, യന്ത്രങ്ങൾക്ക് വേണ്ടി നമ്മൾ ചെലവാക്കുന്നതാണ്. ഓക്കെ, അപ്പൊ അതെല്ലാം എന്താണ്, നിക്ഷേപ ചെലവിന് എക്സാമ്പിൾസ് ആണ്. നെക്സ്റ്റ് ആണ് അറ്റ കയറ്റുമതി. നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ്, രാജ്യത്തിന്റെ കയറ്റുമതി മൂല്യവും ഇറക്കുമതി മൂല്യവും തമ്മിലുള്ള വ്യത്യാസത്തെയാണ് അറ്റ കയറ്റുമതി എന്നറിയപ്പെടുന്നത്. ഇനി നമുക്ക് നോക്കാം, ദേശീയ വരുമാനം കണക്കാക്കുന്നതിനുള്ള 3 രീതികൾ നമ്മൾ പറഞ്ഞു. എന്തൊക്കെയാണ്, വരുമാന രീതി, ഉൽപ്പന്ന രീതി, ചെലവ് രീതി എന്നുള്ളത്. ഇനി ദേശീയ വരുമാനം ഉൽപ്പന്ന രീതിയിലൂടെ രാജ്യത്തെ പ്രാഥമിക തൃതീയ മേഖലകളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഉൽപ്പന്ന രീതി, വരുമാന രീതി, അതേപോലെ തന്നെ ലാസ്റ്റ് എന്തായിരുന്നു, ചെലവ് രീതി. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്, ഉൽപ്പന്ന രീതിയിലൂടെ രാജ്യത്തെ പ്രാഥമിക ദ്വിതീയ തൃതീയ മേഖലയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വിവിധ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ മൂല്യവും, വരുമാന രീതിയിലൂടെ മൊത്ത ദേശീയ വരുമാനവും, ചെലവ് രീതിയിലൂടെ മൊത്ത ദേശീയ ചെലവും നമുക്ക് ലഭിക്കുന്നു. ഈ 3 രീതികളിലൂടെയും ദേശീയ വരുമാനം കണക്കാക്കിയാൽ ഒരേ ഫലമായിരിക്കും ലഭിക്കുക. ഇമ്പോർട്ടൻ്റ് ആണ്, സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കയറി വരാം. അതായത് ദേശീയ വരുമാനം മൊത്ത ഉൽപ്പന്നത്തിന്റെയും മൊത്ത വരുമാനത്തിന്റെയും മൊത്ത ചെലവിന്റെയും അടിസ്ഥാനത്തിൽ കണക്കാക്കിയാലും ഫലം ഒന്ന് തന്നെയായിരിക്കും. ഓക്കെ, നമ്മളിപ്പോൾ എന്താ, ഉൽപ്പന്ന രീതി ആയിക്കോട്ടെ, വരുമാന രീതി ആയിക്കോട്ടെ, ചെലവ് രീതി ആയിക്കോട്ടെ, എങ്ങനെ കണക്കാക്കിയാലും ലാസ്റ്റ് വരേണ്ട എമൗണ്ട് എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും എന്തായിരിക്കണം, തുല്യമായിരിക്കണം. നെക്സ്റ്റ് ആണ് മൊത്ത ആഭ്യന്തര ഉൽപാദനവും മൊത്ത ദേശീയ ഉൽപാദനവും, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് ആൻഡ് ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ്. ഇതൊക്കെ എന്താണെന്ന് അറിഞ്ഞാലേ നമുക്ക് അടുത്ത ചാപ്റ്റേഴ്സിലൊക്കെ വരുമ്പോഴേക്കും ഇതിന്റെ ഇക്വേഷൻസ് ഒക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പറ്റുള്ളൂ. നോക്കാം നമുക്ക്. ദേശീയ വരുമാനം കണക്കാക്കുന്നതിന്റെ കാര്യങ്ങളാണ് നമ്മൾ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. ഒരു സാമ്പത്തിക വർഷത്തിൽ രാജ്യത്തിന്റെ ആഭ്യന്തര അതിർത്തിക്കുള്ളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അന്തിമ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ പണമൂല്യമാണ് മൊത്ത ആഭ്യന്തര ഉൽപാദനം അഥവാ GDP എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് GDP അഥവാ മൊത്ത ആഭ്യന്തര ഉൽപാദനം? ഒരു സാമ്പത്തിക വർഷത്തിൽ രാജ്യത്തിന്റെ ആഭ്യന്തര അതിർത്തിക്കുള്ളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അന്തിമ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും, ഒരു രാജ്യത്തെ ഗവൺമെന്റിന്റെ അധീനതയിലുള്ളതും സാമ്പത്തിക പ്രവർത്തനങ്ങൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമുള്ളതുമായ പ്രദേശത്തെയാണ് അതിന്റെ ആഭ്യന്തര അതിർത്തി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. മൊത്ത ആഭ്യന്തര ഉൽപാദനം കാണുമ്പോൾ വിദേശത്ത് ജോലി ചെയ്യുന്ന വ്യക്തികളുടെ വരുമാനം, വിദേശ രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളുടെ സംരംഭങ്ങളുടെയും ലാഭം തുടങ്ങിയവ ഇതിൽ ഉൾപ്പെടുന്നില്ല. ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ മൊത്ത ആഭ്യന്തര ഉൽപാദനം എടുക്കുമ്പോഴേക്കും എന്താണ്, അത് ആഭ്യന്തര അതിർത്തിക്കുള്ളിൽ, ഇപ്പൊ നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇന്ത്യയുടെ അതിർത്തിക്കുള്ളിൽ മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് പുറത്തേക്കുള്ള, ഇപ്പൊ ഇന്ത്യക്കാരൻ പുറത്തുപോയി ജോലി ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അവനവിടെ ഒരു സ്ഥാപനമുണ്ട്, അതൊന്നും എന്ത് ചെയ്യുന്നില്ല, ഇതിലേക്ക് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. അതാണ് മൊത്ത ആഭ്യന്തര അതിർത്തിക്കുള്ളിൽ മാത്രമാണ്. ഉദാഹരണത്തിന് വിദേശ രാജ്യത്ത് പ്രവർത്തിക്കുന്ന ഒരു ഇന്ത്യൻ കമ്പനിയുടെ സാമ്പത്തിക നേട്ടങ്ങൾ ഇന്ത്യയുടെ മൊത്ത ആഭ്യന്തര ഉൽപാദനത്തിൽ ഉൾപ്പെടുന്നില്ല. മൊത്ത ആഭ്യന്തര ഉൽപാദനം ഒരു സമ്പദ് വ്യവസ്ഥയുടെ വിവിധ മേഖലകളിൽ നിന്നുള്ള സംഭാവന വിശകലനം ചെയ്യാൻ അനുയോജ്യമാണ്. ഓക്കെ, ഇനി എന്താണ്,
ആഭ്യന്തര ഉൽപാദനത്തോടൊപ്പം ഇന്ത്യക്കാരും ഇന്ത്യൻ സ്ഥാപനങ്ങളും വിദേശങ്ങളിൽ നിന്ന് നേടുന്ന വരുമാനം കൂട്ടുകയും അതിൽ നിന്ന് വിദേശികളും വിദേശ സ്ഥാപനങ്ങളും ഇന്ത്യയിൽ നേടുന്ന വരുമാനം കുറയ്ക്കുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? മൊത്ത ദേശീയ ഉൽപാദനം കിട്ടുന്നത്. അതായത് ഒരു സാമ്പത്തിക വർഷം രാജ്യത്തെ നിവാസികൾ സ്വദേശത്തും വിദേശത്തുമായി ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ അന്തിമ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും മൂല്യമാണ് മൊത്ത ദേശീയ ഉൽപാദനം. അപ്പൊ നമ്മൾ പറഞ്ഞു എന്തൊക്കെയാണ് പറഞ്ഞത്? ആദ്യം പറഞ്ഞ എന്താണ്? മൊത്ത ആഭ്യന്തര ഉൽപാദനം. അതായത് ഇന്ത്യ എന്ന് പറയുന്ന അവരുടെ ആഭ്യന്തര അതിർത്തിയുണ്ട്, അതിനുള്ളിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളുടെയും എന്താണ് ആ ഒരു നെറ്റ് വാല്യൂ ആണ് എന്ത് പറയുന്നത്? മൊത്ത ആഭ്യന്തര ഉൽപാദനം അഥവാ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. അതിലെന്താണ് വിദേശത്തുള്ള ആൾക്കാരുടെ ജോലിയോ അല്ലെങ്കിൽ വിദേശത്തുള്ള ഇന്ത്യക്കാരുടെ സംരംഭങ്ങളുടെ ലാഭം ഒന്നും അതിൽ ഉൾപ്പെടില്ല. പക്ഷേ എന്താണ് മൊത്ത ദേശീയ ഉൽപാദനം എന്ന് പറയുമ്പോൾ എന്താണ്? ഏത് ലോകത്തിന്റെ ഏത് കോണിലായിക്കോട്ടെ ഒരു ഇന്ത്യക്കാരൻ സമ്പാദിക്കുന്ന അല്ലെങ്കിൽ അവൻ ഇന്ത്യയിലേക്ക് തരുന്ന മണി അല്ലെങ്കിൽ അവന്റെ ആ ഒരു ഇന്ത്യക്കാരന്റെ മറ്റൊരു രാജ്യത്തുള്ള അവന്റെ ഒരു സ്ഥാപനം നേടുന്ന ലാഭം എല്ലാം കൂടി ഉൾപ്പെടുമ്പോഴാണ് മൊത്ത ദേശീയ ഉൽപാദനം എന്ന് പറയുന്നത്. അപ്പൊ വ്യത്യാസം മനസ്സിലായില്ലേ? മൊത്ത ആഭ്യന്തര ഉൽപാദനവും മൊത്ത ദേശീയ ഉൽപാദനവും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. മറ്റേതിൽ എന്താണ്? ആഭ്യന്തര അതിർത്തി മാത്രമാണുള്ളത്. മറ്റേതെന്ന് പറയുമ്പോൾ അങ്ങനെയല്ല, എല്ലാം ഉൾപ്പെടുന്നുണ്ട്. ഇനി സാമ്പത്തിക അതിർത്തി എന്താന്ന് നോക്കാം. ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക അതിർത്തിയിൽ ഉൾപ്പെടുന്നവയാണ് വ്യോമ അതിർത്തിയുണ്ട്, ജല അതിർത്തിയുണ്ട്. അടുത്ത് പറയുന്നതാണ് മറ്റൊരു രാജ്യത്ത് സ്ഥിതി ചെയ്യുന്ന രാജ്യത്തിന്റെ എംബസികൾ, ഹൈക്കമ്മീഷനുകൾ. ഇത് പഠിക്കണേ. കഴിഞ്ഞ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു രാജ്യത്തിന്റെ സാമ്പത്തിക അതിർത്തി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറ്റൊരു രാജ്യത്ത് സ്ഥിതി ചെയ്യുന്ന രാജ്യത്തിന്റെ എംബസികളും ഹൈക്കമ്മീഷനും ഒക്കെ വരുന്നുണ്ട്. രാജ്യത്തിന്റെ പ്രത്യേക അവകാശങ്ങളുള്ള മേഖലകൾ, അതേപോലെ മത്സ്യബന്ധനം നടത്തുന്നതിനോ കടലിനടിത്തട്ടിലുള്ള ഇന്ധനം, അതേപോലെ ധാതുക്കൾ ഇവ ശേഖരിക്കുന്നതിനോ അവകാശമുള്ള സമുദ്രഭാഗം, കസ്റ്റംസ് നിയന്ത്രണത്തിന് കീഴിലുള്ള ഓഫ് ഷോർ സംരംഭങ്ങൾ നടത്തുന്ന ഫ്രീ സോണുകൾ. എന്നാൽ ഇന്ത്യക്കകത്തുള്ള മറ്റു രാജ്യത്തിന്റെ എംബസികൾ, ഹൈ കമ്മീഷനുകൾ എന്നിവ നമ്മുടെ സാമ്പത്തിക അതിർത്തിയിൽ ഉൾപ്പെടുന്നില്ല. ഇമ്പോർട്ടന്റ് ആണ്, ചോദിച്ചതാണ് പരീക്ഷയ്ക്ക്. എന്താണ്? ഇന്ത്യക്കകത്തുള്ള മറ്റ് രാജ്യത്തിന്റെ എംബസികളും ഹൈ കമ്മീഷനും നമ്മുടെ എക്കണോമിക് ടെറിട്ടറിയിൽ ഉൾപ്പെടില്ല. കാര്യം അത് അവരുടെ കാര്യങ്ങളാണ്, നമ്മളെ ബാധിക്കുന്ന കാര്യം. അപ്പൊ നമ്മുടെ എക്കണോമിക് ടെറിട്ടറിയിൽ അവരുടെ ആ ഒരു എന്താണ് ആഭ്യന്തര അതിർത്തിക്കുള്ളിൽ അവരുണ്ടെങ്കിൽ പോലും എന്താണ് അതൊരിക്കലും നമ്മുടെ എക്കണോമിക് അതിർത്തിയായിട്ട് അവരെ ഉൾപ്പെടുത്താനായിട്ട് പറ്റില്ല. ഓക്കെ, അടുത്തതാണ് അറ്റ ദേശീയ ഉൽപാദനം എന്താന്ന് നോക്കാം. ഒരു വാഹനമോ യന്ത്രമോ വാങ്ങി ഉപയോഗിക്കുമ്പോൾ വർഷം കഴിയും തോറും അതിന്റെ പ്രവർത്തനക്ഷമത കുറഞ്ഞു വരുന്നു. അതായത് ഏതൊരു വസ്തുവും ഉപയോഗിക്കും തോറും ആ വസ്തുവിന് പഴക്കവും തേയ്മാനവും സംഭവിക്കുന്നു. ഇത്തരം തേയ്മാനം പരിഹരിക്കാൻ ആവശ്യമായ ചെലവിനെയാണ് തേയ്മാന ചെലവ് അഥവാ ഡിപ്രീസിയേഷൻ കോസ്റ്റ് എന്ന് പറയുന്നത്. ദേശീയ വരുമാനം കണക്കാക്കുമ്പോൾ തേയ്മാന ചെലവുകൾ പരിഗണിക്കപ്പെടാറുണ്ട്. മൊത്ത ദേശീയ ഉൽപ്പന്നത്തിൽ നിന്നും തേയ്മാന ചെലവ് കുറയ്ക്കുമ്പോൾ ലഭിക്കുന്നതാണ് അറ്റ ദേശീയ ഉൽപാദനം അഥവാ NNP എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്തൊക്കെയാ പറയുന്നത്? ഒരു വാഹനമോ, അതായത് നമ്മൾ അറ്റ ദേശീയ ഉൽപാദനം തേയ്മാന ചെലവ് കുറയ്ക്കുമ്പോൾ കിട്ടുന്നത്, അതായത് മൊത്തം ദേശീയ ഉൽപാദനത്തിൽ നിന്ന് നമ്മൾ എന്ത് കുറക്കണം? തേയ്മാന ചെലവ് കുറയ്ക്കുമ്പോഴാണ് നമുക്ക് അറ്റ ദേശീയ ഉൽപാദനം കിട്ടുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു അറ്റ കയറ്റുമതി ചെലവ്, അതായത് എന്താണ് കയറ്റുമതിയിൽ നിന്ന് നമ്മൾ എന്താണ് ഇറക്കുമതി ചെയ്യുന്നത് മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. അതേപോലെ തന്നെ അറ്റ ദേശീയ ഉൽപാദനം എന്ന് പറഞ്ഞാൽ നമ്മുടെ മൊത്തം ദേശീയ ഉൽപാദനം തേയ്മാന ചെലവ്, അതായത് ഇപ്പൊ എന്തും ആയിക്കോട്ടെ, വാഹനമായാലും യന്ത്രമായാലും വർഷങ്ങൾ കൂടുന്തോറും അതിന്റെ വാല്യൂ കൂടുമല്ല, അതിന്റെ വാല്യൂ കുറഞ്ഞായിരിക്കും വരുന്നത്. അപ്പൊ അതിനെയാണ് നമ്മൾ തേയ്മാന ചെലവ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അറ്റ ദേശീയ ഉൽപാദനം എന്ന് പറയുന്നത് മൊത്ത ദേശീയ ഉൽപാദനത്തിൽ നിന്ന് തേയ്മാന ചെലവ് കുറയ്ക്കുന്നതാണ്. NNP എന്ന് പറയുന്നത് GNP മൈനസ് ഡിപ്രീസിയേഷൻ കോസ്റ്റ് ആണ്. പഠിച്ചു വെക്കണ ഇക്വേഷൻസ്. നെക്സ്റ്റ് ആണ് പ്രതിശീർഷ വരുമാനം. ഒരു സമ്പദ് വ്യവസ്ഥയുടെ സാമ്പത്തിക സ്ഥിതി മനസ്സിലാക്കുന്നതിന് നാം ഉപയോഗിക്കുന്ന മറ്റൊരു അളവുകോലാണ് പ്രതിശീർഷ വരുമാനം. ദേശീയ വരുമാനത്തെ രാജ്യത്തിന്റെ ആകെ ജനസംഖ്യ കൊണ്ട് ഹരിക്കുമ്പോൾ എന്താണ് പ്രതിശീർഷ പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയും. ദേശീയ വരുമാനത്തെ ആകെ ജനസംഖ്യ കൊണ്ട്, അതായത് ഇപ്പൊ നമ്മൾ പറയാണ് നമ്മുടെ വീട്ടില് നമ്മളിപ്പോൾ 4 പേര് ആ വീട്ടിലുണ്ട്, 40,000 രൂപ ആ വീട്ടിലേക്ക് നമുക്ക് എന്താണ് ടോട്ടൽ ഇൻകം ആയിട്ട് കിട്ടുന്നുണ്ട്. 4 പേരുണ്ട്, അതായത് ഒരാൾക്ക് ഏകദേശം 10,000 രൂപ വെച്ച് കിട്ടുന്നു എന്നുള്ളതാണ് ഒരു ശരാശരി പറയുന്നത്. അതിനെയാണ് പ്രതിശീർഷ വരുമാനം എന്ന് പറയുന്നത്. ഇനി നമ്മൾ പറയുകയാണ് ദേശീയ വരുമാനം കണക്കാക്കുന്നതിൽ കുറേ പരിമിതികളുണ്ട്. അതൊക്കെ എന്തൊക്കെയാന്ന് നോക്കാം. കൃത്യമായ സ്ഥിതി വിവര കണക്കുകളുടെ അഭാവം, അല്ലെ? സാധനങ്ങളുടെയും പണമൂല്യം ഒന്നിൽ കൂടുതൽ ഉൽപാദന ഘട്ടങ്ങളിൽ രേഖപ്പെടുത്താനുള്ള സാധ്യത. അതായത് കൃത്യമായിട്ട് നമ്മളിപ്പോൾ എന്താണ് നമ്മുടെ വീട്ടിൽ വന്ന് ഒരു ഇൻകം എന്താണ് ഇപ്പം നമ്മൾ
സർവേക്കൊക്കെ വരുവാണ്, അല്ലെങ്കിൽ വരുമാന സർട്ടിഫിക്കറ്റ്, നമുക്ക് ശരിക്കും അറിയില്ല കറക്റ്റ് എന്താ നമ്മളവിടെ കൊടുക്കേണ്ടത് എന്നുള്ളത്. നമ്മൾ ഏകദേശം ഒരു വാല്യൂ നോക്കുക, റേഷൻ കാർഡിലുള്ള വാല്യൂ ഒക്കെ നോക്കി നമ്മൾ എന്താ കൃത്യമായൊരു വിവരം കൊടുക്കാൻ നമുക്കും അറിയില്ല, അതിൻ്റെ അഭാവം ഉണ്ടാകും എപ്പോഴും. സാധനങ്ങളുടെയും പണമൂല്യം ഒന്നിൽ കൂടുതൽ ഉൽപാദന ഘട്ടങ്ങൾ രേഖപ്പെടുത്താൻ ഡബിൾ കൗണ്ടിങ് എന്ന് പറയും. അതായത് ഇപ്പം ഞാൻ എന്ത് ചെയ്തു, ഒരു ഫാക്ടറി തുടങ്ങുകയാണ്. ഫാക്ടറിയിൽ ഞാൻ ഷർട്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഞാൻ ഇവിടെ നൂലെടുക്കുന്നുണ്ട്, ഇതെല്ലാം ഉൾപ്പെടുത്തി ഞാൻ അതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടി വില ഇട്ടിട്ടാണ് ഞാൻ ആ ഷർട്ടിന് വില ഇടുന്നത്, അല്ലേ? അല്ലാണ്ട് തുണിയുടെ വില വേറെ അങ്ങനെയല്ലല്ലോ. നമ്മളിപ്പോൾ എല്ലാ തുണിക്ക് ഞാനിപ്പോൾ എടുത്തത് 100 രൂപയായി, ഷർട്ടിൻ്റെ ബട്ടൺസിന് ഇത്ര രൂപയായി, അങ്ങനെ നോക്കി എല്ലാത്തിനും കൂടി ആയിട്ട് ഞാൻ ഷർട്ടിന് ഒരു 600 രൂപ വില ഇട്ടു. പക്ഷേ തൊട്ട് മുമ്പുള്ള അവരെന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന തുണി ഉണ്ടാക്കുന്ന സ്ഥലത്തും എന്ത് ചെയ്യുന്നുണ്ട്, ഈ തുണിയുടെ വില ചിലപ്പോൾ അവിടെ കൗണ്ട് ചെയ്തിട്ടുണ്ടാകും. അതിനെയാണ് നമ്മൾ ഡബിൾ കൗണ്ടിങ് എന്ന് പറയുന്നത്. സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പണമൂല്യം ഒന്നിൽ കൂടുതൽ ഉൽപാദന ഘട്ടങ്ങൾ രേഖപ്പെടുത്താനുള്ള സാധ്യത. പിന്നെ പറയുന്നത് എന്താണ്, ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളും സേവനങ്ങളും സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് ഇതിൽ ഉൾപ്പെടുന്നില്ല. ഓക്കെ, അതായത് ഞാനൊരു ഷർട്ട് ഉണ്ടാക്കി ഞാനത് ഞാൻ തന്നെ ഉപയോഗിക്കുകയാണെങ്കിൽ എന്താണ്, അത് നമ്മുടെ ആ ഒരു കണക്കിലൊന്നും വരാണ്ട് വരും അത്. അപ്പോൾ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളും സേവനങ്ങളും സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചാൽ അത് ഉൾപ്പെടില്ല. വിപണിയിൽ വില നിശ്ചയിക്കപ്പെടാത്ത സാധനങ്ങളും സേവനങ്ങളും സാധാരണയായി ദേശീയ വരുമാനത്തിൽ ഉൾപ്പെടുന്നില്ല. ഗാർഹിക ജോലി ദേശീയ വരുമാനത്തിൽ കണക്കാക്കുന്നില്ല. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്, അല്ലേ? നമ്മളെ വീട്ടിലെ അമ്മമാരൊക്കെ ചെയ്യുന്ന ജോലി ഒരിക്കലും എന്താണ്, അതൊരിക്കലും ദേശീയ വരുമാനത്തിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ചെയ്യാറുമില്ല, അത് ചെയ്യപ്പെടാനായിട്ട് പറ്റണമില്ല. നോക്കാം, ഇത്തരം പരിമിതികൾ ഉണ്ടെങ്കിലും ഇവ പരമാവധി പരിഹരിച്ചുകൊണ്ടാണ് ദേശീയ വരുമാനം കൃത്യമായി കണക്കാക്കുവാൻ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസ് ശ്രമിച്ചു വരുന്നത്. ദേശീയ വരുമാനം കണക്കാക്കുമ്പോൾ സമ്പദ്ഘടനയിലെ വിവിധ മേഖലകളിലെ വരുമാനം രാജ്യത്തിന്റെ ആകെ വരുമാനത്തെ നിർണ്ണയിക്കുന്നതിനാൽ ഓരോ മേഖലകളെയും നാം ശക്തമാക്കേണ്ടതുണ്ട്. ദേശീയ വരുമാനത്തിലേക്കുള്ള പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകളുടെ സംഭാവന നാം മേഖല തിരിച്ച് വിലയിരുത്തേണ്ടതാണ്. ഓരോ മേഖലയിലൂടെയും ദേശീയ വരുമാനത്തിലേക്കുള്ള സംഭാവന ആ മേഖലയുടെ പ്രവർത്തന നിലവാരത്തെക്കുറിച്ച് മാത്രമല്ല മറ്റു മേഖലകളുമായുള്ള പരസ്പര ആശ്രയത്തെക്കുറിച്ച് കൂടി സൂചന നൽകുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞു, ഈ 3 മേഖലകളും പരസ്പരം ഇന്റർ കണക്റ്റഡ് ആണെന്നും അവയെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, അല്ലെ, എല്ലാം പരസ്പരം കണക്റ്റഡാണ്. അവയെല്ലാം ഓരോന്നിൻ്റെയും സംഭാവനകളൊക്കെ നമുക്ക് എന്താണ് ഈ പറയുന്ന ദേശീയ വരുമാനത്തിലൂടെ നമുക്ക് കണക്കാക്കാനായിട്ട് പറ്റും. നെക്സ്റ്റ് ആണ് പറയുന്നത് ഇന്ത്യയുടെ ദേശീയ വരുമാനത്തിൽ വിവിധ മേഖലകളുടെ സംഭാവന. 2015 ജനുവരി മുതൽ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് ഇന്ത്യൻ സമ്പദ്ഘടനയുടെ വിവിധ മേഖലകളുടെ സംഭാവന കൃത്യമായി കണക്കാക്കുന്നതിന് മൊത്തവർദ്ധിത മൂല്യം അഥവാ മൊത്ത സംയോജിത മൂല്യം ഉപയോഗിച്ചു തുടങ്ങി. ഗ്രോസ് വാല്യൂ ആഡഡ്. അതിനു മുമ്പ് മൊത്ത ആഭ്യന്തര ഉൽപ്പന്നത്തിൽ GDP ആയിരുന്നു. ഓക്കെ, മേഖലാതല സംഭാവനകൾ കണക്കാക്കിയിരുന്നത് മൊത്തവർദ്ധിത മൂല്യം പ്രകാരം സമ്പദ്ഘടനയിലെ ഓരോ മേഖലയുടെയും സംഭാവന താരതമ്യേന വേഗത്തിലും കൃത്യമായിട്ടും കണക്കാക്കാൻ പറ്റും. അപ്പൊ എന്താണ് മൊത്തവർദ്ധിത മൂല്യം? അപ്പൊ അതിനു മുമ്പ് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്, മൊത്ത ആഭ്യന്തര ഉൽപാദനം, മൊത്ത ദേശീയ ഉൽപാദനം ഒക്കെ നമ്മൾ പറഞ്ഞു. അപ്പൊ അടുത്ത പറയുന്നതാണ് ഗ്രോസ് വാല്യൂ ആഡഡ് അഥവാ മൊത്തവർദ്ധിത മൂല്യം എന്ന് പറയുന്നത്. മൊത്തവർദ്ധിത മൂല്യം എന്നത് സമ്പദ് വ്യവസ്ഥയിൽ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ മൂല്യമാണ്. ദേശീയ കണക്കിൽ മൊത്ത ഉൽപ്പന്നത്തിന്റെ മൂല്യത്തിൽ നിന്ന് ഇടനില ഉപഭോഗം കുറച്ചാണ് മൊത്തവർദ്ധിത മൂല്യം കണക്കാക്കുന്നത്. മൊത്തവർദ്ധിത മൂല്യം എന്ന് പറയുന്നത് മൊത്ത ഉൽപ്പന്ന മൂല്യത്തിൽ നിന്ന് ഇടനില ഉപഭോഗ മൂല്യം എന്ത് ചെയ്യുന്നതാണ്, കുറക്കുന്നതാണ്. മൊത്തവർദ്ധിത മൂല്യം മൊത്ത ഉൽപ്പന്ന മൂല്യത്തിൽ നിന്ന് ഇടനില ഉപഭോഗ മൂല്യം കുറക്കുന്നത്. ഒരു സാധനമോ സേവനമോ ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിച്ച അസംസ്കൃത വസ്തുക്കളുടെ ഉപഭോഗമാണ് ഇടനില ഉപഭോഗം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഒരു സാധനമോ സേവനമോ ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിച്ച അസംസ്കൃത വസ്തുക്കളുടെ ഉപഭോഗമാണ് ഇടനില ഉപഭോഗം എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഉണ്ടോ, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ അസംസ്കൃത വസ്തുക്കളെ ഇടനില ഉപഭോഗം എന്ന് പറയുന്നുള്ളത്, അത് തന്നെയാ പറയുന്നത്. അതായത് ഷർട്ട് ഉണ്ടാക്കാനുള്ള ബട്ടൺസും തുണി എന്ന് പറയുന്നത് എന്താണ്, അസംസ്കൃത വസ്തുക്കളാണ്. അപ്പൊ എന്താണ്, മൊത്ത ഉൽപ്പന്ന മൂല്യത്തിൽ നിന്ന് ഇടനില ഉപഭോഗ മൂല്യം കുറക്കുമ്പോഴാണ് നമുക്ക് എന്ത് ലഭിക്കുന്നത്, മൊത്തവർദ്ധിത മൂല്യം ലഭിക്കുന്നത്. ഒരു സാധനമോ സേവനം GVയെ കണക്കാക്കുമ്പോൾ ഉൽപ്പന്ന മൂല്യം മാത്രമേ കണക്കാക്കുന്നുള്ളൂ. ഉൽപ്പന്നത്തിന് മേലുള്ള നികുതികളോ സബ്സിഡികളോ പരിഗണിക്കുന്നില്ല. അപ്പൊ എന്താണ് നികുതിയും സബ്സിഡിയും തമ്മിലുള്ള വ്യത്യാസം എന്ന് നമുക്ക് നോക്കാം. ക്ഷേമ പ്രവർത്തനങ്ങൾ, വികസന പ്രവർത്തനങ്ങൾ എന്നിങ്ങനെ പൊതു താല്പര്യത്തിന് വേണ്ടിയുള്ള ചെലവുകൾ വഹിക്കാനായി ജനങ്ങൾ സർക്കാരിന് നിർബന്ധമായും നൽകേണ്ട പണമാണ് നികുതി എന്ന് പറയുന്നത്, ടാക്സ് എന്ന് പറയുന്നത്.
സാമൂഹ്യ സാമ്പത്തിക നയത്തിന്റെ അടിസ്ഥാനത്തിൽ വ്യക്തികൾക്കോ സ്ഥാപനങ്ങൾക്കോ സാധനങ്ങളുടെയോ സേവനങ്ങളുടെയോ മേൽ ഗവൺമെന്റ് നൽകുന്ന സാമ്പത്തിക പിന്തുണയോ ആനുകൂല്യമോ ആണ് എന്ത് സബ്സിഡി എന്ന് പറയുന്നത്. അല്ലെ നമ്മൾ ചിലപ്പോൾ പറയില്ലേ സബ്സിഡി ലഭിക്കുന്ന, സബ്സിഡിയിൽ നമുക്ക് എന്താ സോളാർ ഫിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ സബ്സിഡിയിൽ നമുക്ക് എന്താ ഇലക്ട്രിക് വെഹിക്കിൾസ് വാങ്ങിക്കാം എന്നൊക്കെ പറയുന്നത്. അതേപോലെ തന്നെ സബ്സിഡി എന്ന് പറയുന്നത് എന്താണ്, അവർ നൽകുന്ന ആ ഒരു ഒരു സാമ്പത്തിക പിന്തുണയ്ക്കാണ് സബ്സിഡി എന്ന് പറയുന്നത്. ഉണ്ടോ? അപ്പൊ ഇവിടെ പറയുന്നത് എന്താണ്, GVA കണക്കാക്കുമ്പോൾ, സ്റ്റേറ്റ്മെന്റ് ആണ്, GVA കണക്കാക്കുമ്പോൾ ഉൽപ്പന്ന മൂല്യം മാത്രമേ കണക്കാക്കുന്നുള്ളൂ, നികുതിയോ സബ്സിഡിയോ പരിഗണിക്കില്ല. സ്റ്റേറ്റ്മെന്റ് ആണ്, ഇമ്പോർട്ടന്റ് ആണ്. അതായത് മൊത്തവർദ്ധിത മൂല്യം കണക്കാക്കുമ്പോൾ ഉൽപ്പന്നത്തിന്റെ മൂല്യം മാത്രമേ ഉള്ളൂ. പക്ഷേ GDP കണക്കാക്കുമ്പോൾ, ഗ്രോസ് ഡൊമസ്റ്റിക് കണക്കാക്കുമ്പോൾ ഉൽപ്പന്ന നികുതിയും ഉൽപ്പന്നത്തിന് മേലുള്ള സബ്സിഡിയും തമ്മിലുള്ള വ്യത്യാസം മൊത്ത മൂല്യവർദ്ധിതത്തോടൊപ്പം ചേർക്കുന്നുണ്ട്. അതായത് മൊത്ത ആഭ്യന്തര ഉൽപാദനം എന്ന് പറയുന്നത് മൊത്തവർദ്ധിത മൂല്യം എടുക്കണം, അതിൽ ഉൽപ്പന്നത്തിന്റെ നികുതിയിൽ നിന്ന് എന്ത് ചെയ്യണം, സബ്സിഡി കുറയ്ക്കണം. അതാണ് മൊത്ത ആഭ്യന്തര ഉൽപാദനം എന്ന് പറയുന്നത്. ഇന്ത്യയുടെ ദേശീയ വരുമാനത്തിൽ വിവിധ കാലയളവിൽ പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലയിലുള്ള മൊത്തവർദ്ധിത മൂല്യമാണ് തന്നിരിക്കുന്നത് എന്നുള്ളത്. അതായത് എപ്പോഴും എന്താണ്, സേവന മേഖലയ്ക്കായിരുന്നു പ്രാധാന്യം കൂടുതൽ. കണ്ടോ, ആദ്യമൊക്കെ പണ്ട് കാലങ്ങളിൽ കാർഷിക മേഖലയായിരുന്നു, പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്, കാർഷിക മേഖല ഓരോ വർഷങ്ങൾ കൂടുന്തോറും കുറഞ്ഞ് സേവന മേഖലയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടേയിരിക്കുന്നു, കൂടുതലായിട്ട് വരുന്നുണ്ട്. ഇനിയാണ് സംസ്ഥാനത്തിന്റെ മൊത്തവർദ്ധിത മൂല്യം എന്ന് പറയുന്നത്. കേരളത്തിന്റെ മൊത്തവർദ്ധിത മൂല്യം അതിന്റെ വിവിധ മേഖലകളിലും സംഭാവനകളിലും കാലാനുസൃതമായ മാറ്റങ്ങൾ പ്രകടമാക്കുന്നുണ്ട്. ഇവിടെ തന്നിരിക്കുന്നത് കേരളത്തിൻ്റെതാണ് തന്നിരിക്കുന്നത്. നോക്കിക്കേ, അവിടെയും ഇതേപോലെ സേവന മേഖലയാണ് എപ്പോഴും എന്ത് ചെയ്യുന്നത്, കൂടുതലായിട്ട് നിൽക്കുന്നത്. ഇന്ത്യയുടെയും കേരളത്തിന്റെയും മൊത്തവർദ്ധിത മൂല്യത്തിൽ തൃതീയ മേഖലയുടെ സംഭാവന മറ്റു മേഖലകളെ അപേക്ഷിച്ച് കൂടുതലാണെന്ന് മനസ്സിലാക്കിയില്ല. എല്ലാത്തിലും ഞാൻ പറഞ്ഞു എപ്പോഴും എന്താണ്, തൃതീയ മേഖലയാണ് കൂടി നിൽക്കുന്നത്. എന്തുകൊണ്ടായിരിക്കാന്ന്, ആരോഗ്യ മേഖലയുടെയും വിദ്യാഭ്യാസ മേഖലയുടെയും പുരോഗതി ഉറപ്പാക്കിയുള്ള പ്രവർത്തനങ്ങൾ, അല്ലെ, നമ്മളിപ്പോൾ എല്ലായ്പ്പോഴും ശ്രദ്ധിക്കുന്നത് നമ്മുടെ ആരോഗ്യ മേഖലയും വിദ്യാഭ്യാസ മേഖലയൊക്കെ മെച്ചപ്പെടുത്താനായിരിക്കും. അതേപോലെ ബാങ്കിങ്, ഇൻഷുറൻസ്, വ്യാപാര വാണിജ്യ മേഖലകളെല്ലാം എന്താണ് മുന്നോട്ട് നയിക്കുന്ന, ബാങ്കിങ്ങും ഇൻഷുറൻസും ഒക്കെ എന്താണ് സംവിധാനങ്ങളുടെ വളർച്ച. അതായത് പണ്ട് കാലത്തൊക്കെ നമുക്ക് തന്നെ ആലോചിച്ചാൽ മനസ്സിലാവും, ഇത്രയും ബാങ്കുകളൊന്നും ഇല്ലായിരുന്നു, അല്ലെ, നമ്മുടെ ചുറ്റും പറ്റി ഇത്ര ബാങ്കുകളില്ലായിരുന്നു. ഇപ്പൊ ബാങ്ക് ഉണ്ടെങ്കിൽ തന്നെ ഇപ്പൊ എന്താണ്, വീട്ടിൽ ചിലപ്പോൾ ഒരാൾക്കോ 2 പേർക്കൊക്കെ ആയിരിക്കും ഒരു ബാങ്ക് അക്കൗണ്ട് ഉള്ളത്. ഇപ്പൊ ജനിച്ചു വീഴുന്ന കുഞ്ഞിന് മൂലം എന്തുണ്ട്, ബാങ്ക് അക്കൗണ്ട് ഉണ്ട്. ഒരാൾക്ക് തന്നെ 3-4 ബാങ്ക് അക്കൗണ്ടുകൾ ആയിട്ടാണ് ഉള്ളത്. അതായത് നമുക്ക് എന്താണ്, കുറച്ചും കൂടി എന്താണ് ഈസിലി ആക്സസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അതായത് അപ്പൊ നമുക്ക് എന്താ, സ്വാഭാവികമായിട്ടും ഒരു ലോൺ എടുക്കാനാണെങ്കിലും നമ്മുടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യും. ഇപ്പൊ UPI പേയ്മെന്റ് ഒക്കെ വന്ന ഒരു വ്യവസായി ആണെങ്കിൽ പോലും അയാളുടെ പേയ്മെന്റും കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ബാങ്കിലോട്ട് പോകുന്ന സെറ്റപ്പ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും എന്താണ്, ബാങ്കിങ്, ഇൻഷുറൻസ് മേഖലകളുടെ വളർച്ച ഈ പറയുന്ന വ്യാപാര വാണിജ്യ മേഖലകളെ നന്നായിട്ട് എഫക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊക്കെയാണ് സേവന മേഖലകൾ. ബാങ്കിങ്ങും ഇൻഷുറൻസ് ഒക്കെ എന്താണ്, സേവന മേഖലയിലാണ്. ഗതാഗത വാർത്താവിനിമയ മേഖലകളുടെ വളർച്ച, അല്ലെ, പണ്ട് കാലങ്ങളിൽ ഇത്രയും റോഡ് സൗകര്യങ്ങളോ അല്ലെങ്കിൽ റെയിലായിക്കോട്ടെ, അതേപോലെ വ്യോമഗതാഗതം ആയിക്കോട്ടെ, എന്തുമായിക്കോട്ടെ, ഇത്രയും സൗകര്യങ്ങൾ ഇല്ലായിരുന്നു. ഇതേപോലെ തന്നെ ഇത്രയും കയറ്റുമതി ചെയ്യാനുള്ള പണ്ട് കാലത്ത് കപ്പലുകളിലൊക്കെ തന്നെയായിരുന്നു കയറ്റുമതി. അത് അവിടെ ചെല്ലുവോ ഇല്ലെന്ന് പോലും ഉറപ്പുണ്ടാവില്ല. പക്ഷെ ഇപ്പൊ എന്താണ്, അതിനുള്ള ഫെസിലിറ്റീസ് ഒക്കെ കൂടി. ഏറ്റവും കൂടുതൽ അല്ലെ നമ്മൾ വിദേശത്ത് നിന്നൊക്കെയാണ് പല സാധനങ്ങളും മേടിക്കുകയും നമ്മുടെ വീട്ടുമുറ്റത്ത് കൊണ്ടുവന്ന് തരും. അപ്പൊ ഗതാഗത വാർത്താവിനിമയ മേഖലകളുടെ വളർച്ച, വിനോദസഞ്ചാര മേഖലകളുടെ വളർച്ച, അറിവധിഷ്ഠിത വ്യവസായങ്ങളുടെ വളർച്ച, ഇവയെല്ലാം കൊണ്ടാണ് സേവന മേഖലയ്ക്ക് ഇത്രയും അധികം വളർച്ച സംഭവിക്കാനായിട്ട് കാരണമെന്ന് പറയുന്നത്. അപ്പൊ നെക്സ്റ്റ് ആണ് അറിവധിഷ്ഠിത മേഖല എന്ന് പറയുന്നത്. ഉൽപാദന പ്രക്രിയയിൽ ഉപയോഗപ്രദമാകുന്ന ചില വ്യക്തിഗത പ്രത്യേകതകളെയാണ് മനുഷ്യ മൂലധനം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇവയിൽ മനുഷ്യ വിഭവത്തിന്റെ അറിവ്, കഴിവുകൾ, ആരോഗ്യം, വിദ്യാഭ്യാസം എന്നിവ ഉൾക്കൊള്ളുന്നു. സാമ്പത്തിക വളർച്ച കൈവരിക്കുന്നതിനായി അറിവും സാങ്കേതിക വിദ്യയും ഫലപ്രദമായി ഉപയോഗിക്കുന്ന മേഖലയാണ് അറിവധിഷ്ഠിത മേഖല എന്ന് പറയുന്നത്. ആധുനിക സാങ്കേതിക വിദ്യയും വിവരവിനിമയ സാധ്യതകളും ഇന്ന് അറിവ് സമ്പദ്ക്രമ എന്ന തലത്തിലേക്ക് വളർന്ന് വികസിച്ചിട്ടുണ്ട്. അപ്പൊ എന്താണ് അറിവധിഷ്ഠിത മേഖല എന്ന് പറഞ്ഞാൽ, അതായത് മെയിൻ ആയിട്ട് എന്താ പറയുന്നത്, ഉൽപാദന പ്രക്രിയയിൽ ഉപയോഗം ചില വ്യക്തിഗത പ്രത്യേകതകളാണ് മനുഷ്യ മൂലധനം. അതായത് അറിവ്, കഴിവ്, ആരോഗ്യം, വിദ്യാഭ്യാസം, സാമ്പത്തിക വളർച്ച കൈവരിക്കുന്നതിനായി ഇവയെല്ലാം നമുക്ക് ഉണ്ടാകുന്ന നോളജും കാര്യങ്ങളും എല്ലാം നമ്മൾ എന്താണ് നല്ല രീതിക്ക് ഉപയോഗിച്ചാൽ മാത്രം അതിനെയാണ് നമ്മൾ അറിവധിഷ്ഠിത മേഖല എന്ന് പറയുന്നത്. ആധുനിക സാങ്കേതിക വിദ്യയും വിവരവിനിമയ സാധ്യതകളും ഇന്ന് അറിവ് സമ്പദ്ക്രമം എന്ന തലത്തിലേക്ക് വളർന്നു വികസിച്ചിട്ടുണ്ട്. തൃതീയ മേഖലയുടെ ഭാഗമായി അറിവ് അടിസ്ഥാനമാക്കിയുള്ള സേവനങ്ങളുടെ വളർച്ച ഇന്ന് വലിയ തോതിൽ നടന്നു വരുന്നുണ്ട്. ആഗോളതലത്തിൽ സോഫ്റ്റ്വെയർ സേവനം ലഭ്യമാക്കുന്ന തരത്തിൽ ഇന്ത്യയുടെ വിവരവിനിമയ സാങ്കേതിക വിദ്യ വികാസം പ്രാപിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ ജനസംഖ്യയിൽ 65%
35 വയസ്സിൽ താഴെ വരുന്ന ജനസമൂഹത്തിന് മുന്നിൽ ഇതൊരു വലിയ അവസരവും സാധ്യതയുമാണ്. ഈ പശ്ചാത്തലത്തിൽ വിജ്ഞാന വിസ്ഫോടനത്തിന്റെ ഫലമായി സാമ്പത്തികമായി മുന്നേറാനും അതുവഴി ജനക്ഷേമം വർദ്ധിപ്പിക്കാനും ഇന്ത്യക്ക് കഴിയും. അറിവധിഷ്ഠിത മേഖലകളുടെ വികസനത്തിന് സർക്കാർ മുൻഗണന നൽകുന്നുണ്ട്. അങ്ങനെയാണ് സർക്കാർ ആരംഭിച്ച ടെക്നോ പാർക്ക്, ഇൻഫോ പാർക്ക് ഒക്കെ എന്താണ് അറിവധിഷ്ഠിത മേഖലകൾക്ക് ഉദാഹരണങ്ങളാണ്. അറിവധിഷ്ഠിത മേഖലയെ പരിപോഷിപ്പിക്കുന്നതിന് അനുകൂലമായ സാഹചര്യങ്ങൾ ഇന്ന് ഇന്ത്യയിൽ നിലനിൽക്കുന്നുണ്ട്. വിവിധ വിദേശ ഭാഷകൾ അനായാസം കൈകാര്യം ചെയ്യുന്ന ജനസമൂഹം, മെച്ചപ്പെട്ട ശാസ്ത്ര സാങ്കേതിക വളർച്ച, വിപുലമായ സർക്കാർ സഹകരണ, സ്വകാര്യ മേഖലകൾ, അനുദിനം വികസിച്ചു വരുന്ന വിപണികൾ തുടങ്ങിയവയെല്ലാം തന്നെ അറിവധിഷ്ഠിത മേഖലയെ വികസിപ്പിക്കുന്നതിനും അതുവഴി ദേശീയ വരുമാനത്തിൽ തൃതീയ മേഖലയുടെ സംഭാവനത്തെ പരിപോഷിപ്പിക്കുന്നതിനും സാധിക്കുന്നുണ്ട്. ഓക്കെ, തൊഴിൽ ഘടനയാണ് പറയുന്നത്. അതായത് പണ്ട് എപ്പോഴും എന്താണ് നമ്മൾ പറഞ്ഞു, ഏറ്റവും കൂടുതൽ നമുക്ക് വരുമാനം ലഭിക്കുന്നത് എവിടെ നിന്നാണ്? സേവന മേഖലയിൽ നിന്നാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ ആളുകൾ ജോലി ചെയ്യുന്നത് എപ്പോഴും എവിടെയാണ്? അത് നമ്മുടെ പ്രാഥമിക മേഖലയായ അഥവാ കാർഷിക മേഖലയാണ്, അഗ്രികൾച്ചർ സെക്ടറാണ്, പ്രൈമറി സെക്ടറാണ്. അവിടെയാണ് ആൾക്കാർ കൂടുതൽ ജോലി ചെയ്യുന്നത്. പക്ഷേ വരുമാനം ലഭിക്കുന്നത് എവിടെയാണ്? സേവന മേഖലയിൽ നിന്നാണ്. രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളിൽ വിവിധ മേഖലകൾക്കുള്ള ആപേക്ഷിക പ്രാധാന്യത്തിൽ മാറ്റം വരുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഇതാണ് ഘടനാപരമായ പരിവർത്തനം എന്നതുകൊണ്ട് ഉദ്ദേശമാക്കുന്നത്. വിവിധ മേഖലകൾ നൽകുന്ന സംഭാവനയിലും അവ ലഭ്യമാക്കുന്ന തൊഴിലവസരങ്ങളിലും ഉണ്ടാകുന്ന മാറ്റമാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. നെക്സ്റ്റ് പറയാണ്, എന്താണ് സംഘടിതം അസംഘടിത മേഖല അഥവാ ഓർഗനൈസ്ഡ് ആൻഡ് അൺഓർഗനൈസ്ഡ് സെക്ടർ എന്ന് പറയുന്നത്? തൊഴിൽ മേഖലയിലെ സംഘടിത മേഖല, അസംഘടിത മേഖല എന്നിങ്ങനെ രണ്ട് വിഭാഗങ്ങൾ നിലനിൽക്കുന്നുണ്ട്. കൃത്യമായ നിയമവ്യവസ്ഥയ്ക്ക് കീഴിൽ പ്രവർത്തിക്കുകയും തൊഴിലാളികൾക്ക് സുരക്ഷിതമായ തൊഴിൽ സാഹചര്യം ഉറപ്പു നൽകുകയും അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുകയും ചെയ്യുന്ന സംരംഭങ്ങളും പ്രവർത്തനങ്ങളും ഉൾപ്പെടുന്ന മേഖലയാണ് സംഘടിത മേഖല എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ്? കമ്പനി നിയമം, ഫാക്ടറി നിയമം, സൊസൈറ്റി ആക്ട്, കോപ്പറേറ്റീവ് ആക്ട് തുടങ്ങിയ ഏതെങ്കിലും നിയമം അനുസരിച്ച് രജിസ്റ്റർ ചെയ്ത അവയുടെ നിയമങ്ങൾക്ക് വിധേയമാക്കി പ്രവർത്തിക്കുന്ന മേഖലയാണ് തൊഴിൽ മേഖല, അല്ലെ, സംഘടിത മേഖല എന്ന് പറയുന്നത്. ഏത് നിയമപ്രകാരമാണ് രജിസ്റ്റർ ചെയ്യപ്പെട്ടത് ആ നിയമത്തിൽ അനുശാസിക്കുന്ന വ്യവസ്ഥകളെല്ലാം പാലിക്കുവാൻ സംഘടിത മേഖലയിലെ തൊഴിൽ യൂണിറ്റുകൾക്ക് ബാധ്യസ്ഥരാണ്. ഇനി ഇപ്പൊ എന്താ പറയുന്നത്? എന്തെങ്കിലും ഒരു നമ്മൾ രജിസ്റ്റർ ചെയ്ത കമ്പനികൾ എന്നൊക്കെ പറയത്തില്ല, അത് തന്നെയാണ് പറയുന്നത് സംഘടിത മേഖല എന്ന് പറയുന്നത്. അവർക്ക് എന്താണ്? തൊഴിലാളികൾക്ക് ഒരു സംഘടനയും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണം. ഇപ്പൊ കമ്പനി നിയമപ്രകാരം രജിസ്റ്റർ ചെയ്താണെങ്കിൽ അതിൽ പറയുന്ന എല്ലാ നിയമങ്ങളും എന്ത് ചെയ്യണം? അവർ പാലിക്കേണ്ടതായിട്ടുണ്ട്. ഫാക്ടറി നിയമപ്രകാരമാണ് അതെന്ത് ചെയ്യുന്നത്? രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം പാലിക്കേണ്ടതായിട്ടുണ്ട്. ഇനി അസംഘടിത മേഖല എന്ന് പറയുന്നത് എന്താണ്? അസംഘടിത മേഖല എന്നത് ഏതെങ്കിലും നിയമവ്യവസ്ഥയ്ക്ക് കീഴിൽ അല്ലാത്തതോ സ്ഥിരമായ കണക്കുകൾ സൂക്ഷിക്കാത്തതോ ആയ സംരംഭങ്ങളെയാണ് അസംഘടിത മേഖല എന്ന് പറയുന്നത്. പ്രത്യേക രജിസ്ട്രേഷനോ നിയമാവലിക്കോ വിധേയമാകാത്ത അനൗപചാരികമായി സമൂഹത്തിൽ നിലകൊള്ളുന്ന തൊഴിൽ മേഖലയാണ് അസംഘടിത മേഖല എന്ന് പറയുന്നത്. ഇവിടെ നോക്കിക്കേ, അവർ രണ്ടും കൂടി ക്ലാസിഫൈ ചെയ്ത് പറഞ്ഞിരിക്കുന്നത്. സംഘടിത മേഖല എന്താണ്? രജിസ്റ്റർ ചെയ്യപ്പെട്ട തൊഴിൽ മേഖലയാണ്. അസംഘടിതമാണെങ്കിലോ രജിസ്റ്റർ ചെയ്യപ്പെടാത്തതാണ്. സ്ഥിരം തൊഴിലുണ്ടാകും. ഇവിടെ എന്താണ്? സ്ഥിരം തൊഴിലൊന്നും ഉറപ്പ് പറയാനായിട്ട് പറ്റില്ല. താരതമ്യേന കൂടിയ ശമ്പളമുണ്ട്. ഇവിടെ എന്താണ്? കുറഞ്ഞ ശമ്പളമാണ്. തൊഴിലിന് സുരക്ഷിതത്വമുണ്ട്. ഇവിടെ എന്താണ്? തൊഴിലിന് സുരക്ഷിതത്വം ഇല്ലായ്മയാണ്. ഓക്കെ, ഇപ്പൊ ഇപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു കമ്പനി, ആ കമ്പനി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത കമ്പനി ആണെങ്കിൽ അവിടുത്തെ ഓരോ തൊഴിലാളികൾക്കും എന്താണ്? സ്ഥിരം ജോലി ഉണ്ടാകും, അതേപോലെ ശമ്പളം ഉണ്ടാകും. അപ്പൊ അസംഘടിത മേഖല ഇപ്പൊ നമ്മളിപ്പോ എന്താ പറയാ, പെയിന്റ് പണി എന്ന് പറയുന്നത്, അതായത് അവിടെ രജിസ്റ്റർ ഒന്നും ചെയ്യപ്പെടുന്നില്ല. ഒരാൾ പെയിന്റ് പണിക്ക് കൊടുത്തി കുറച്ച് സഹായികളെയും വിളിച്ചിട്ട് പോകും, അവർ പോയി പെയിന്റ് അടിക്കും. എപ്പോഴും എന്താണ്? അവർക്ക് സ്ഥിരമായിട്ട് ജോലി ഉണ്ടാവണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ചിലപ്പോൾ ഒരു വീടിന്റെ പണി കഴിഞ്ഞ് കഴിയുമ്പോൾ ചിലപ്പോൾ ഉടനെ തന്നെ അടുത്ത വീട് കിട്ടണമെന്നില്ല, അല്ലെങ്കിൽ അടുത്തൊരു സെറ്റപ്പ് കിട്ടണമെന്നില്ല. അപ്പൊ അതുവരെയും എന്താണ്? അവർക്ക് ജോലി ഉറപ്പ് നൽകണമെന്നില്ല. അതേപോലെ താരതമ്യേന കുറഞ്ഞ ശമ്പളമാണ് ലഭിക്കുന്നത്. അപ്പൊ ഇതൊക്കെയാണ് അസംഘടിത മേഖലയും സംഘടിത മേഖലയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്ന് പറയുന്നത്. ഇനിയാണ് കണ്ടോ, അസംഘടിത മേഖല നേരിടുന്ന പ്രശ്നങ്ങളെയാണ് പറയുന്നത്. സുരക്ഷിതമല്ലാത്ത തൊഴിലിടങ്ങൾ, ദീർഘമായ തൊഴിൽ സമയം, കുറഞ്ഞ വേതനം തുടങ്ങിയ പ്രശ്നങ്ങൾ അസംഘടിത മേഖലയിലെ തൊഴിലാളികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് ഇത്തരം തൊഴിലാളികളെ മികച്ച മാനവ വിഭവമാക്കി മാറ്റിയെടുക്കുന്നതിന് തടസ്സമായി നിൽക്കുന്നു. കൂടാതെ ദേശീയ വരുമാനത്തിലേക്കുള്ള ഇവരുടെ സംഭാവന താരതമ്യേന കുറയുന്നതിനും സാമൂഹ്യ സാമ്പത്തിക അസമത്വം രൂപപ്പെടുന്നതിനും കാരണമാകുന്നു. അസംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്നവർ സംഘടിത മേഖലയിൽ തൊഴിലെടുക്കുന്നവരെ അപേക്ഷിച്ച് വിവിധതരം പിന്നോക്കാവസ്ഥ, അവസരങ്ങളുടെ അഭാവം തുടങ്ങിയ പലതരം പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നു. ഇത് വിവിധ തരത്തിലുള്ള അസമത്വത്തിലേക്ക് നയിക്കുന്നുണ്ട്. അപ്പൊ എന്തൊക്കെയാണ് മെയിനായിട്ട്? ഇത്രയും പഠിച്ചാൽ മതി നിങ്ങൾ. സുരക്ഷിതമല്ലാത്ത തൊഴിലിടങ്ങൾ, ദീർഘമായ തൊഴിൽ സമയം, കുറഞ്ഞ വേതനം, ഇതൊക്കെയാണ് അവരുടെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്. അസംഘടിത തൊഴിലാളികളുടെ സാമൂഹ്യ സുരക്ഷാ നിയമം 2008.
അസംഘടിത തൊഴിലാളികളുടെ ആരോഗ്യ സംരക്ഷണം, പ്രസവ ആനുകൂല്യങ്ങൾ, വാർദ്ധക്യകാല സംരക്ഷണം, വിദ്യാഭ്യാസം, പാർപ്പിടം, വിവിധ സാമൂഹ്യ സുരക്ഷാ ആനുകൂല്യങ്ങൾ എന്നിവ ഉറപ്പ് നൽകുന്നതിനുള്ളതാണ് എന്ത് പറയുന്നത്, അസംഘടിത തൊഴിലാളികളുടെ സാമൂഹ്യ സുരക്ഷാ നിയമം 2008 എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് സാമൂഹ്യ സുരക്ഷാ കോഡ്. എന്താണ് പറയുന്നത്, സംഘടിത അസംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ സാമൂഹ്യ സുരക്ഷത്തിനാണ് പ്രാധാന്യം നൽകുന്നത്. എന്താണ് സാമൂഹ്യ സുരക്ഷാ കോഡ്? ദ കോഡ് ഓഫ് സോഷ്യൽ സെക്യൂരിറ്റി 2020. സ്വയം തൊഴിലിൽ ഏർപ്പെടുന്നവർ, വീട്ടുജോലിക്കാർ, ദിവസവേതനക്കാർ, അതിഥി തൊഴിലാളികൾ, ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികൾ അടക്കുന്നു. ഗിഗ് പ്ലാറ്റ്ഫോം തുടങ്ങിയവയെല്ലാം ഈ നിയമത്തിന്റെ ആനുകൂല്യത്തിന് അർഹരാണ്. ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്ന തൊഴിലാളികൾക്കുള്ള ആനുകൂല്യങ്ങൾ, അപകട ഇൻഷുറൻസ്, പ്രസവ ആനുകൂല്യങ്ങൾ, സൗജന്യ ചികിത്സാ ആനുകൂല്യങ്ങൾ, വാർദ്ധക്യകാല സംരക്ഷണം എല്ലാം ഈ നിയമത്തിന്റെ പരിധിയിൽ വരുന്നുണ്ട്. എന്താണ് നിയമത്തിന്റെ പേര്? സാമൂഹ്യ സുരക്ഷാ കോഡ് 2020. അതിനു മുമ്പ് പറഞ്ഞ എന്താണ്, അസംഘടിത തൊഴിലാളികളുടെ സാമൂഹ്യ സുരക്ഷാ നിയമം 2008. ഗിഗ് പ്ലാറ്റ്ഫോം. അപ്പൊ എന്താണ് ഗിഗ് പ്ലാറ്റ്ഫോം? ഇതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ. സാമൂഹ്യ സുരക്ഷാ കോഡ് 2020 ഒരു ഗിഗ് തൊഴിലാളിയെ നിർവചിച്ചിരിക്കുന്നത് ഇപ്രകാരമാണ്. എന്താണ്? പരമ്പരാഗതമായ തൊഴിലുടമ തൊഴിലാളി ബന്ധങ്ങൾക്ക് പുറത്തുള്ള ഒരു തൊഴിൽ ക്രമീകരണത്തിൽ പങ്കെടുക്കുകയും അത്തരം പ്രവർത്തനങ്ങളിൽ നിന്ന് സമ്പാദിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് ഗിഗ് പ്ലാറ്റ്ഫോം. നമ്മളെ സൊമാറ്റോ, ഊബർ അല്ലെ, അതേപോലെ തന്നെ സ്വിഗ്ഗി എല്ലാം എന്താണ്, ഗിഗ് പ്ലാറ്റ്ഫോമുകളാണ്. ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികൾക്ക് ആവശ്യാനുസരണം കമ്പനികളുമായി ഔപചാരിക കരാറിൽ ഏർപ്പെടാൻ സഹായിക്കുന്നുണ്ട്. താൽക്കാലികവും സമയബന്ധിതമായി പൂർത്തിയാക്കേണ്ട തൊഴിലുകളാണ്. ഒരേ സമയം ഒന്നിലധികം സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യാൻ സഹായിക്കും. സമയത്തിനും സന്ദർഭത്തിനും അനുസരിച്ച് ജോലി ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ലഭ്യമാകുന്നുണ്ട്. താല്പര്യമുള്ള മേഖലകളിൽ ഇവർക്ക് കഴിവുകൾ പരീക്ഷിക്കാൻ അവസരം ലഭിക്കുന്നുണ്ട്. ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികൾ ഇന്ന് സമ്പദ്ഘടനയുടെ ഒരു പ്രധാന വിഭാഗമായി മാറിയിരിക്കുകയാണ്. ഫ്രീലാൻസുകൾ, സ്വതന്ത്ര കോൺട്രാക്ടർമാർ, വിവിധ ഓൺലൈൻ ഭക്ഷ്യവിതരണ തൊഴിലാളികൾ, ഡ്രൈവർമാർ തുടങ്ങിയവരെല്ലാം ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികൾക്ക് ഉദാഹരണമാണ്. ഇപ്പം നമ്മൾ കാണാറുണ്ട്, ചിലപ്പോൾ എന്താണ്, ഈ സൊമാറ്റോയുടെയൊക്കെ വണ്ടി ഓടിക്കുന്നവർ ചിലപ്പോൾ സ്വിഗ്ഗിയുടെ കോട്ടക്കിട്ടായിരിക്കും വരുന്നത്. കാര്യം അവരെന്താണോ ചിലപ്പോൾ രണ്ടിലും ഒക്കെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവും അവര്. അപ്പം നമുക്ക് എത്ര കമ്പനികളിൽ വേണമെങ്കിലും നമുക്ക് രജിസ്റ്റർ ചെയ്യാനായിട്ട് പറ്റും. അത് നമ്മുടെ ആവശ്യാനുസരണം നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് ലോഗിൻ ചെയ്ത് ജോലി ചെയ്താൽ മതി. മനസ്സിലായോ? അതാണ് ഗിഗ് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. നോക്കിക്കേ, ഒരു രാജ്യത്തിന്റെ പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകളുടെ വളർച്ച ആ രാജ്യത്തിന്റെ സാമ്പത്തിക പുരോഗതിയിൽ സുപ്രധാന പങ്ക് വഹിക്കുന്നു. സാമ്പത്തിക പുരോഗതിയെ നിർണ്ണയിക്കുന്ന ദേശീയ വരുമാനത്തിന്റെ വളർച്ച പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകളുടെ പരസ്പരാശ്രയത്തിന്റെ അധിഷ്ഠിതമാണ്. അങ്ങനെ നമ്മുടെ എക്കണോമിക്സിന്റെ ആ ഒരു ചാപ്റ്റർ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി എന്താണ്, വിലയും വിപണിയും എന്നുള്ളൊരു ചാപ്റ്റർ ഉണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ നല്ല വണ്ടർഫുള്ളായ ഒരു എക്കണോമിക്സിന്റെ തുടക്കമാണ്, ഒരു ഇൻട്രൊഡക്ഷൻ പോലെയുള്ള ചാപ്റ്റർ ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അടുത്തൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു. ഓക്കെ, അതിനു മുമ്പ് നമുക്ക് ഇതിന്റെ ആൻസറും കൂടി ഒന്ന് പറയണമല്ലോ. എന്തായിരുന്നു ഇതിന്റെ ആൻസർ വരേണ്ടത്? ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികളുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന ഉചിതമായ ആശയങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്ത് വരും? ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികൾക്ക് ആവശ്യാനുസരണം കമ്പനികളുമായി ഔപചാരിക കരാറിൽ ഏർപ്പെടാൻ സാധിക്കില്ലെന്നാണ് പറഞ്ഞത്. അപ്പൊ ഇത് തെറ്റാണ്. ഒന്ന് തെറ്റാണ് അല്ലേ? ഒന്നുള്ളതൊക്കെ അങ്ങ് വെട്ടിക്കളഞ്ഞു. ആൻസർ ഏതാണ്? 2, 3 താൽക്കാലികവും സമയബന്ധിതമായി പൂർത്തിയാക്കേണ്ട തൊഴിലുകളാണിവ. ഒരേ സമയം ഒന്നിലധികം സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുവാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ഇത്രയുമായിരുന്നു നമ്മുടെ ഇന്നത്തെ ക്ലാസ്. അടുത്ത ടോപ്പിക്കുമായി വീണ്ടും കാണാം. താങ്ക്